ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله مولانا العظيم قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട തുറക്കും ക്ഷണം അതു സോദരാ വിധിയുള്ളതാ ഖുർആനിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ കൂമ്പാരമായി നീ തെറ്റു ചെയ്താൽ തന്നെയും നീട്ടുന്ന കൈത്തട്ടാത്ത റബ്ബാ പിന്നെയും ആരും എനിക്കില്ലല്ലോ നീയല്ലാതെ എന്നും പറഞ്ഞു നീ തേടണം വല്ലാതെ വേദിയിൽ ഉപവിഷ്ടരായ ബഹുനിരായ സയ്യിദന്മാരെ, പറ്റു പണ്ഡിത മഹത്തുക്കളെ, സംഘാടകരെ, വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ഉമ്മ പങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഒരുമിച്ച് കൂടലിന് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശിഷ്യ നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. സമയം നല്ലതുപോലെ താമസിച്ചു. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട് ഈ മഖാമിൽ വരുവാനും മഹാനവറുകളുടെ ഉറൂസ് മുബാറക്കിൽ പ്രസംഗിക്കുവാൻ അല്ലാഹു ഒരു അവസരം നൽകി. അൽഹംദുലില്ലാ, അതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, അതുകൊണ്ട് കൂടുതൽ ആമുഖം ഒന്നും കിടക്കുന്നില്ല. എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബഹുമാനായ സിറാജ് ഉസ്താദിൻ്റെ പേരും സിറാജ് എന്നാണ്. അപ്പോൾ അൽഹംദുലില്ലാ, ഉസ്താദ് അവറുകൾ
ആ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഞാൻ പറയാം, അതാണ് ഏറ്റവും നല്ലത്. ആ പിന്തുടർച്ചയായിട്ടുള്ള വിഷയമാണ് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്ത് 12 മണിക്ക് മുമ്പ് തന്നെ അൽഹംദുലില്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ഇന്ന് ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയോ ആ ഒരുമിച്ച് കൂടി എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫും ഇതുപോലെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അവിടുത്തെ റൗളയുടെ മുമ്പിൽ ചെന്ന് മനസ്സു തുറന്ന് നിറകണ്ണുകളോടെ സ്വലാം പറയാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. ഇവരൊക്കെ കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കാൻ ഈ പാപികളും ദോഷികളുമായ നമുക്കും അല്ലാഹു ഒരു അവസരവും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അതുകൊണ്ട് ഒരുപാട് പേര് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ പ്രയാസമുള്ള സൗകര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുക നിൽക്കുകയൊക്കെ ചെയ്യുക. അപ്പം നിൽക്കുന്നതിന് വലിയ പ്രതിഫലം കൂടുതലാണ്. അതുകൊണ്ട് ഉസ്താദന്മാരൊക്കെ നിന്ന് വഴുതു പറയണേ. ഇരുന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം കൂടുതൽ നിന്ന് നിസ്കരിക്കുന്നതിനാണ്. അപ്പം അതുകൊണ്ട് ഈ നിൽക്കുന്നവർക്കൊരിക്കലും നഷ്ടമൊന്നുമാകില്ല. അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിൽ നിന്നുകൊണ്ട് വഴുതു കേൾക്കുന്നുണ്ടോ അവരെ നാളെ പരലോകത്ത് നീ നിർത്തി പ്രയാസപ്പെടുത്തല്ലേ തമ്പുരാനെ. അവരുടെ പരലോകം അവരുടെയും ഞങ്ങളുടെയും നീ എളുപ്പമാക്കണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനായ ഉസ്താദ് പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചാണ് ഉസ്താദ് അവിടെ നിന്ന് പ്രസംഗിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോൾ ഇന്ന് കൊലപാതകമെന്ന് പറയുന്നത് ഒരു സാധാരണ വാർത്തയായി മാറിയിരിക്കുകയാണ്. ഒരു കൊലപാതകമെന്ന് കേൾക്കുന്നത് നമുക്ക് വല്ലാത്ത പേടിയായിരുന്നു. അതൊക്കെ വലിയ ഒരു ചർച്ചയായി, വലിയ അത്ഭുതകരമായ ഒരു വാർത്തയായി നമ്മൾ കാണുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്നതെല്ലാം മാറിയിട്ട് കൊലപാതകമെന്ന് പറയുന്നത് എല്ലാ ദിവസവും ബറക്കത്തിന് പത്രത്തിലുണ്ടാകുന്ന ഒരു വാർത്തയായി മാറി. അത് വലിയ പ്രായമുള്ളവരും കൊച്ചുകുട്ടികൾ വരെ, കൂടെ പഠിക്കുന്നവർ വരെ തൻ്റെ സഹപാഠിയെ കൊല്ലുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ കള്ളും കഞ്ചാവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾ വല്ലാതെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രായ വ്യത്യാസമൊന്നുമില്ല, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ ലഹരി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലഹരിക്കെതിരായി എല്ലാ സ്ഥലങ്ങളിലും ബോധവൽക്കരണ ക്യാമ്പുകളും ക്ലാസുകളും മദ്രസകളിൽ പോലും പള്ളികളിൽ പോലും അതിന് എതിരായിട്ട് അത് ഉപയോഗിക്കുന്നതിൻ്റെ നാശത്തെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്താൻ പള്ളികളിലും മദ്രസകളിൽ പോലും അതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നടത്താറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് അതിനപ്പുറത്തേക്ക് ഞാനും നിങ്ങളും ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ യുവതലമുറയുടെ ജീവിതം എങ്ങോട്ടാണെന്ന് ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അടിച്ചുവിട്ട പട്ടം പോലെ ഈ യുവതലമുറ ഇങ്ങനെ പറന്നു നടക്കുകയാണ്. നാം ലഹരിക്കെതിരായും കൊലപാതകങ്ങൾക്കുമെതിരായി നമ്മളൊക്കെ ഇന്നത്തെ യുവതലമുറയ്ക്കും വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും വലിയ വലിയ ക്ലാസുകളും ക്യാമ്പുകളും നടത്തുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു വലിയ സത്യമുണ്ട് സഹോദരങ്ങളെ. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് ലഹരിയും കള്ളും കഞ്ചാവും മയക്കുമരുന്നും കൊലപാതകമൊന്നുമല്ല. ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഈ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഈമാനില്ലാതെ പോകുന്നു, അവർക്ക് ദീനില്ലാതെ പോകുന്നു, അവർക്ക് വിശ്വാസമില്ലാതെ പോകുന്നു, അവർക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ലാതെ പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ഈ വളർന്നു വരുന്ന കുട്ടികൾ, ഈ +1-നും +2-നും 10ാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന മക്കളിൽ എത്ര പേർക്കാണ് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഈ മരണത്തിനു ശേഷമുള്ള ജീവിതം, സ്വർഗം, നരകം, ഈ വിഷയങ്ങളിൽ വിശ്വാസമുള്ള എത്ര കുട്ടികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഇന്നത്തെ തലമുറയ്ക്കൊന്നും അത് വിശ്വാസമില്ലടോ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. ഇന്നത്തെ കുട്ടികളോട് നിങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരലോകത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കിക്കേ. ഇന്ന് ഉള്ളാളം മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമ്മൾ വഅദ് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നിട്ട് തന്റെ മക്കളോട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തെക്കുറിച്ച് മക്കളോട് ചർച്ച ചെയ്യുകയാ. ആ സ്വർഗത്തിന്റെ വലുപ്പവും ആ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും ആ സ്വർഗത്തിലെ കൊട്ടാരങ്ങളും ആ സ്വർഗത്തിലെ അരുവികളും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പ തന്റെ വീട്ടിൽ ചെന്നിട്ട് തന്റെ പൊന്നാര മക്കളെ വിളിച്ചിരുത്തിയിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നൊന്ന് കരുതുക. സ്വർഗത്തിന്റെ വലുപ്പമോ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളോ സ്വർഗത്തിലെ കൊട്ടാരങ്ങളൊന്നും പറയണ്ട.
അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. വഴിയോരങ്ങളിൽ എത്രയോ മരങ്ങൾ കാണുന്നവരാ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. ആ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യന് വാഹനപ്പുറത്തു സഞ്ചരിക്കുകയാ, നടക്കുകയല്ല. ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യന് ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു കൊല്ലമോ 10 കൊല്ലമോ 50 കൊല്ലമോ അല്ല, ആ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ ഒരു മനുഷ്യൻ 100 കൊല്ലം സഞ്ചരിച്ചാലും ലാ യഖ്തഉഹാ, അവൻ ആ മരം വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ 100 കൊല്ലം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ സഞ്ചരിച്ചാൽ ആ സ്വർഗത്തിലെ ഒരു മരം പോലും വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന താടിയും തഴമ്പുമുള്ള മുസ്ലിമാണെന്ന് പറഞ്ഞു ജീവിക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ മക്കളോടെങ്ങാനും ഈ കഥ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ മക്കൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എന്ത് തള്ളലാവാപ്പാ, ഇതൊക്കെ ഉള്ളതാണോ? നിങ്ങൾ എന്തായി പറയുന്നത്? 100 കൊല്ലം ഒരു മനുഷ്യന് വാഹനത്തിൽ സഞ്ചരിച്ചാലും വിട്ടുകിടക്കാൻ കഴിയാത്ത വലുപ്പമുള്ള ഒരു മരമെന്ന് പറയുമ്പോ അവന്റെ ജീവിതത്തിൽ അവൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മരം ഈ റോഡ് സൈഡിൽ അമ്പലങ്ങളിലെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു ആലുമരമാ. അതിനേക്കാളും ഒരു വലിയ മരം നമ്മൾ ആരും കണ്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കുട്ടികൾക്ക് അത് വിശ്വാസമില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് നാളെ ഭക്ഷണം വെക്കുന്ന സമയത്ത് അടുക്കളയിൽ തീയുടെ ചുവട്ടിൽ നിന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകൾ ആ അടുപ്പിന്റെ ചുവട്ടിലേക്ക് കൈ കൊണ്ടുപോകുമ്പോൾ ആ മകള് കൈപൊള്ളുന്നു എന്ന് പറഞ്ഞ് കൈവലിക്കുമ്പോൾ ഉമ്മ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുന്നു, മോളെ, ഇത് നരകത്തിലെ തീയുടെ 70 അംശമാണ് ഈ തീയ്, നരകത്തിലെ തീയുടെ 70 അംശമാണ് ഈ തീയ് എന്ന് ഉമ്മ തന്റെ മക്കളോട് പറഞ്ഞു കൊടുത്താൽ ഉമ്മയുടെ മുഖത്ത് നോക്കി പരിഹസിക്കുന്ന കളിയാക്കുന്ന മക്കളുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭയപ്പെടേണ്ടത് കള്ളും കഞ്ചാവും മയക്കുമരുന്നും മാത്രമല്ല, ഈ സമുദായത്തിന് ദീനില്ലാതെ പോകുന്നു. വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ദീനില്ലാതെ പോകുന്നു. അവർക്ക് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും മരണവും ഖബറും നരകവും പരലോകവും അസറിയുമെന്ന് വിശ്വാസമില്ല. അവരെല്ലാവരും അടിച്ചുവിട്ട പട്ടത്തെ പോലെ പറന്നു നടക്കുകയാണ്. അവരുടെ വിശ്വാസമെന്ന് പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ. ഇന്നത്തെ യുവതലമുറ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി എന്താണ് ഒരു പോംവഴി എന്ന് എല്ലാവരും ചിന്തിക്കുകയാണ്. ഇവരെ എങ്ങനെയാണ് നന്നാക്കേണ്ടത്, ഇവരെ എങ്ങനെയാണ് നേർമാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന വിഷയത്തിൽ നമ്മളെല്ലാവരും വല്ലാത്ത അത്ഭുതത്തോടെ നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ പടച്ചവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ദീന് കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഏറ്റവും വലിയ ഭയം എന്തെന്നറിയുമോ? നമ്മുടെ ഏറ്റവും വലിയ പേടി എന്തെന്നറിയുമോ? പടച്ചവനെ, നമ്മളിൽ പലരും ടെൻഷൻ അടിക്കുകയാണ്. എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ ദീന് ലോകത്തില്ലാതായി പോകുമോ? ഈ ഇസ്ലാം എന്ന് പറയുന്ന മതമുണ്ടല്ലോ, ഇത് ലോകത്തില്ലാതെയായി പോകുമോ? ഈ ദീൻ നശിച്ചു പോകുമോ എന്ന വിഷയത്തിൽ നമ്മൾ വല്ലാതെ ടെൻഷൻ അടിക്കുകയാ. എന്നാ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന മുസ്ലിമേ, ദീനില്ലാതായി പോകുമെന്ന് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ലാഹുവിന്റെ ദീൻ നശിച്ചു പോകുമെന്ന് നമ്മൾ ഒരാളും പേടിക്കേണ്ട കാര്യമില്ല. ഈ ദീനുണ്ടാക്കിയത് പടച്ച റബ്ബാ. ഈ ദീനുണ്ടാക്കിയത് ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബാണ്. ആ റബ്ബിനറിയാം ഈ ദീന് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ. ആരൊക്കെ പരിശ്രമിച്ചാലും അല്ലാഹുവിന്റെ ദീൻ നശിച്ചു പോകാറില്ല. അതിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാ. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുവാൻ ആ ദീനുണ്ടാക്കിയ പടച്ചവനറിയാം. ടെൻഷൻ അടിക്കണ്ട വാപ്പമാര്, ടെൻഷൻ അടിക്കണ്ട ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളോട് പറയുന്നു, ദീനില്ലാതായി പോകുമെന്ന് പറഞ്ഞു നീ പ്രയാസപ്പെടണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, ദീനിന്റെ അടിസ്ഥാനമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനും നശിച്ചു പോകുമെന്ന് നിങ്ങൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ഓതിയാലും ഓതിയില്ലെങ്കിലും, നീ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ കലാമാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളീൻ. ആ പരിശുദ്ധമായ ഖുർആനിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുവാൻ ആ ഖുർആൻ ഇറക്കിയ പടച്ച റബ്ബിന് തന്നെ അറിയാ സഹോദരാ. അപ്പൊ ഖുർആൻ നശിച്ചു പോകുമെന്ന് നിങ്ങൾ ആരും ഭയപ്പെടണ്ട. പടച്ചവനെ, ഇനി ലോകത്ത് മുസ്ലിമീങ്ങൾ ഇല്ലാതെ പോകുമോ? അല്ലാഹുവിന്റെ സമുദായം, ഈ പരിശുദ്ധമായ ദീനിന്റെ അഹ്ലുകാര് മുസ്ലിമീങ്ങൾ ഇല്ലാതെ പോകുമെന്ന് നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളം പറയാത്ത ഇൻഹുവ ഇല്ലാ വഹയ്യുഹാ, വഹിയിലൂടെ സംസാരിക്കുന്ന മുത്തുനബിയുണ്ടല്ലോ, ആ പ്രവാചകനാണ് പറഞ്ഞത്, പട്ടണം മുതൽ കുടിൽ വരെ, പട്ടണം മുതൽ ഗ്രാമം വരെ, കൊട്ടാരം മുതൽ കുടിൽ വരെ, ഈ ലോകത്തിന്റെ മുക്കുമൂലകളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് കടന്നു പോകുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ലോകത്തില്ലാതെ പോകുമെന്ന് ഒരാളും ഭയപ്പെടണ്ട. ദീനില്ലാതെ പോകുമെന്ന് നിങ്ങൾ ആരും ഭയപ്പെടണ്ട. പിന്നെ ഉള്ളാളം മക്കാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, ഞാനും നിങ്ങളും ഭയക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? ലോകത്ത് ദീനില്ലാതെ പോകുന്നതിനെയല്ല, ഖുർആൻ നശിച്ചു പോകുമെന്നുള്ള പേടിയല്ല, മുസ്ലിമീങ്ങൾ ഇല്ലാതായി പോകുമെന്നുള്ള പേടിയല്ല. പിന്നെ ഞാനും നിങ്ങളും ഭയപ്പെടേണ്ട കാര്യമെന്താ? നമുക്ക് ദീനില്ലാതെ പോകുന്നതിനെയാ. നമുക്ക് ദീനില്ലാതെ പോകുന്നതോ, നമ്മുടെ വീടുകളിൽ ദീനില്ലാതെ പോകുന്നതോ, ഇന്ന് യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്മാരില്ലാതെ പോകുന്നതോ? എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളെ ജനങ്ങൾ വെറുക്കുകയാണ്, അവരെ ഭയക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയുമോ? മുസ്ലിം ആകാത്തത് കൊണ്ടാ. ഒരാൾ വഅദ് പറഞ്ഞിട്ട് ഒരാളെയും നന്നാക്കേണ്ട കാര്യമില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെ പോലെയാകണമെന്നറിയുമോ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാകണമെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഹജ്ജിന് പോകുന്ന സമയമാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, യാത്ര ഇഷ്ടപ്പെടാത്ത ഒരാളുമില്ലല്ലോ. എല്ലാവരും ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ഒരു സ്ഥലത്ത് നിങ്ങൾ പോയതാണെങ്കിൽ പിന്നെയും പോകാൻ നിങ്ങൾ മടിക്കുമല്ലോ. മൈസൂർ പോയവർ, ബാംഗ്ലൂർ പോയവർ, ഊട്ടിയിൽ പോയവർ, മൂന്നാറിൽ പോയവർ, പടച്ചവനെ, നമ്മളൊരു യാത്ര ചെയ്യാൻ തീരുമാനിക്കുമ്പോ അവര് പറയുകയാണ് മൈസൂർ പോകാം. നമ്മൾ പറയും അവിടെ പോയതാണ്, വേറെ ഒരു സ്ഥലത്ത് പോകാം, ഊട്ടിയിൽ പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ വേറെ സ്ഥലങ്ങളാണ് പറയുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ഈ ലോകത്തിന്റെ മധ്യഭാഗത്ത് പടച്ച റബ്ബിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവർ രണ്ടുപേരും പണിത പടച്ച റബ്ബിന്റെ കഅബാലയമുണ്ടല്ലോ. ആ കഅബാലയത്തിൽ ഒരു പ്രാവശ്യമല്ല, ഒരു കോടി പ്രാവശ്യം പോയ മനുഷ്യനാണെങ്കിലും എത്ര കണ്ടാലും മതി വരാറില്ല. കഅബാലയത്തിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ ഞാൻ അവിടെ പോയവനാണ്, വേറെ ഒരു പള്ളിയിൽ പോകാമെന്ന് പറയാറില്ല. ആ കഅബയുടെ പ്രത്യേകത ഏതാണ്? എത്ര കണ്ടാലും മതി വരൂല, എത്ര പോയാലും കൊതി തീരൂല. പടച്ചവനെ, പിന്നെയും പിന്നെയും പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്നിട്ട് അവസാനം വിടവാങ്ങലിന്റെ തവാഫ് നടത്തുമല്ലോ. പടച്ചവനെ, ഓരോ തവാഫ് കഴിയുമ്പോഴും അവന്റെ കണ്ടടങ്ങൾ നിറയുകയാണ്. അവസാനം ഏഴാമത്തെ തവാഫ് കഴിഞ്ഞിട്ട് ആ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് സലാം പറയുമ്പോ അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാ, അവന്റെ കണ്ടടങ്ങൾ നിറയുകയാ. ഏത് ഹൃദയവും ഒന്ന് വിറച്ചു പോകുമടോ ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് അസ്സലാമു അലൈക യാ കഅബത്തുല്ലാഹ്, ആ
കഅബയോട് സലാം പറയുമ്പോ ഒരു കടുകുമണിയെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ളവന്റെ കണ്ണ് നിറയുമടോ. അവസാനം കഅബാലയത്തിലേക്ക് തിരിഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോ ആ കഅബാലയത്തിന്റെ റബ്ബിനോട് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഇത് അവസാനത്തെ യാത്രയാക്കല്ലേ അല്ലാ, ഇനിയും എന്നെ ഇവിടെ എത്തിക്കണേ തമ്പുരാന്, ഇനിയും എന്നെ ഇവിടെ എത്തിക്കണേ തമ്പുരാന് എന്ന് പൊട്ടിക്കരന്നുകൊണ്ടാണ് കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന് മടങ്ങുന്നത്. കഅബാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? കണ്ടാ മതി വരില്ല, കൊല്ലാ പടച്ചവനെ കാണാമല്ലാത്ത കൊതിയാണ്, ചെല്ലാമല്ലാത്ത ആഗ്രഹമാണ്, ആ കഅബയൊന്ന് തൊടാമല്ലാത്ത മോഹമാണ്. എത്ര കണ്ടാലും മതി വരുന്നില്ലടോ, എത്ര കണ്ടാലും മതി വരുന്നില്ലടോ. ഇതുപോലെയാകണം ഒരു യഥാർത്ഥ മുസ്ലിം. ഒരു മുസ്ലിമിന്റെ സ്വഭാവം അങ്ങനെയാകണം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ്. നബി തങ്ങളുടെ കൂടെ ഇരുന്നാൽ, നബി തങ്ങളുടെ കൂടെ നടന്നാൽ, നബി തങ്ങളോട് സംസാരിച്ചാൽ പടച്ചവനെ ഒരാൾക്കും മതി വരുന്നില്ല, ഒരാൾക്കും മടി വരുന്നില്ല. നബി തങ്ങളെ കണ്ടവർക്ക് പിന്നെയും കാണണമടോ, നബി തങ്ങളുടെ കൈ പിടിച്ചവർക്ക് പിന്നെയും പിടിക്കണമടോ, നബി തങ്ങളുടെ കൂടെ ഇരുന്നവർക്ക് പിന്നെയും ഇരിക്കണമടോ. എത്ര കണ്ടാലും മതി വരുന്നില്ല, എത്ര കണ്ടാലും മുഷിപ്പ് മാറുന്നില്ല, പിന്നെയും പിന്നെയും കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ്. അതുകൊണ്ടാണ് സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം അറിയുമല്ലോ. സൗബാൻ എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാർ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന സൗബാ, നിനക്ക് എന്തു പറ്റി സൗബാ? എല്ലാം തോലുമായിരിക്കുന്നല്ലോ, എന്തേ മാരക രോഗം പിടിച്ചവരെ പോലെ നിന്റെ പ്രയാസം എന്തേ സൗബാനേ, എന്തേ നിനക്ക് പറ്റിയതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താ? നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് രോഗമൊന്നുമില്ല നബിയേ, എനിക്ക് രോഗമൊന്നുമില്ല നബിയേ, എനിക്ക് വല്ലാത്ത ടെൻഷനാ നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, വല്ലാത്ത സങ്കടമാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, എന്താ മോനെ നിന്റെ ടെൻഷൻ എന്താണ്? എന്താണ് നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത്? എന്താണ് നിനക്ക് ഉറങ്ങാൻ പറ്റാത്തത്? യാ റസൂലല്ലാഹ്, അങ്ങയെ കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നബിയേ, അങ്ങയുടെ കൂടെ ഇരിക്കുമ്പോ, അങ്ങയുടെ കൂടെ നടക്കുമ്പോ എനിക്ക് വല്ലാത്ത സമാധാനമാണ്, എനിക്ക് വല്ലാത്ത സന്തോഷമാണ്. യാ റസൂലല്ലാഹ്, അങ്ങയെ കാണാതെ വന്നാ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് നബിയേ, വല്ലാത്ത സങ്കടമാണ് നബിയേ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല നബിയോ, ആ ടെൻഷൻ കാരണമാണ് ഞാൻ ഇങ്ങനെയായി പോയത്. സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമായാൽ വഅലിന്റെ ആവശ്യമില്ല, ഉപദേശങ്ങളുടെ ആവശ്യമില്ല. പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നടോ, ആ കാലഘട്ടത്തിൽ മുസ്ലിം എന്റെ അയൽവാസിയാണെന്ന് പറയാറ് അഭിമാനത്തോടുകൂടി മറ്റുള്ള മതസ്ഥര് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. ഇന്നെല്ലാം മാറിയടോ. ഇന്ന് മുസ്ലിമിനെ പരിഹസിക്കുകയാണ്, മുസ്ലിമിനെ മുദ്രകുത്തപ്പെടുകയാണ്, മുസ്ലിമിനെ കാണുമ്പോ ഓടിയൊളിക്കുകയാണ്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? മുസ്ലിമാകാത്തത് കൊണ്ടാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, യമനിലെ രാജാവാണ് സുമാമ. യമനിലെ രാജാവാണ് സുമാമ. സുമാമ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അവൻ അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ പോയവനാണ്, നബിതങ്ങളെ കൊല്ലാൻ ഒരുപാട് പ്രാവശ്യം പോയവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. മുത്തുനബിയെ കൊല്ലാൻ പറ്റാതെ വന്നപ്പോ സുമാമയ്ക്ക് മുസ്ലിമീങ്ങളോട് വല്ലാത്ത വെറുപ്പായി. അവൻ ഒരുപാട് പേരെ കൊല്ലുകയാണ്, ഒരുപാട് പേരെ ഉപദ്രവിക്കുകയാണ്. അവന്റെ ഉപദ്രവം സഹിക്കാൻ
പറ്റാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, അവൻ ആരുടെ കയ്യിൽ കിട്ടിയാലും കൊന്നുകളഞ്ഞേക്കൂ. നബി തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, അത്രത്തോളം അവനെ കൊണ്ട് ശല്യമായിടോ, അവൻ അത്രത്തോളം മുസ്ലിമീങ്ങളെ കൊല്ലുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, അവനെ കൊന്നുകളയാറ്. സ്വഹാബത്ത് തിരഞ്ഞു നടക്കുകയാണ്. അപ്പോഴാണ് ഒരിക്കൽ മദീനയിലൂടെ സ്വഹാബത്ത് പാതിരാത്രി നടന്നു പോകുമ്പോ ആ സമയത്തൊരു മനുഷ്യനെ കാണുകയാണ്. മദീനയിലൂടെ അതാ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. സ്വഹാബികളെ പിടിക്കുകയാണ്. അവനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വന്നതാണ്? എന്തെല്ലാം ചോദിച്ചിട്ടും പടച്ചവനെ അവൻ നല്ല ഉത്തരം പറയുന്നില്ല. സ്വഹാബത്തിന് സംശയമായി, ഇവൻ മുസ്ലിമീമാ, അതാ ഇസ്ലാമിന്റെ അനുകൂലിയാണോ അതോ ഇസ്ലാമിനെ തകർക്കാമെന്നവനാണോ? എന്തായാലും നബി തങ്ങൾ വന്നിട്ട് തീരുമാനിക്കാം. പാതിരാത്രിയിൽ വടിയിൽ നിന്ന് കിട്ടിയ മനുഷ്യന് മസ്ജിദുൻ നബവിയുടെ മിമ്പത, മസ്ജിദുൻ നബവിയുടെ തൂണിൽ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. അതാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലെ പാതിരാത്രി സമയത്തൊരു മനുഷ്യനെ കിട്ടി നബിയോ. അവന് ചോദിക്കുന്നതിന് മുഴുവനും കള്ളമാണ് പറയുന്നത്. അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് തോന്നുന്നു നബിയോ. അതുകൊണ്ട് അങ്ങ് വന്നിട്ട് തീരുമാനിക്കാം. പള്ളിയുടെ തൂണിൽ കൊണ്ടുവന്ന് കെട്ടിക്കിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യനാരാണെന്ന് മുത്തുനബി നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്ന, സ്വഹാബാ, ഈ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ? ഈ കെട്ടിക്കിട്ടിരിക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഞങ്ങൾക്കറിയില്ല നബിയോ, ഞങ്ങൾക്കറിയില്ല നബിയോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾ എല്ലാവരും തിരഞ്ഞു നടക്കുന്ന സുമാമ ഇവനാണ്. സ്വഹാബാ, നിങ്ങൾ എല്ലാവരും തിരഞ്ഞു നടക്കുന്ന ഇസ്ലാമിന്റെ ശത്രുവായ സുമാമയാണ് ഈ പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്നതെന്ന് നബി തങ്ങൾ പറയുമ്പോ സ്വഹാബത്ത് കൊതിക്കുകയാണ്. എന്നോട് പറഞ്ഞിരുന്നെങ്കിലോ, അല്ലാഹുവിന്റെ റസൂല് എന്നോട് കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിലോ. ഓരോരുത്തരും ആഗ്രഹിച്ചു പോവുകയാണ്. എല്ലാവരും നബി തങ്ങൾ പറയുന്നതും കാത്തു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഇവനാണ് സുമാമ. ഒരാള് പോലും സുമാമയെ തൊട്ടു പോകാൻ പാടില്ല. ഒരാൾ പോലും സുമാമയെ തൊട്ടു പോകാൻ പാടില്ല. സുമാമയെ ഒരാൾ പോലും ഉപദ്രവിക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇവനെ കഴിക്കാൻ ഭക്ഷണം കൊടുക്കണം, ഇവന് പാല് കൊണ്ടുവന്ന് കൊടുക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് പറയുമ്പോ സ്വഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാലും നബി തങ്ങൾ പറഞ്ഞതാണല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് പടച്ചവനെ സ്വഹാബത്താരും അവിടെ നിന്നും പറഞ്ഞില്ല. വീട്ടിൽ ചെന്ന് അതാ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നബി തങ്ങൾ സുമാമയോട് സംസാരിച്ചില്ല. ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സുമാമയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നബി തങ്ങൾ സുമാമയുടെ മുമ്പിൽ വന്നിട്ട് അവിടെ നിന്ന് ചോദിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സുമാമയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിൽ കെട്ടിക്കിട്ടിരിക്കുന്ന സ്വഹാബത്ത് ഭക്ഷണം കൊടുത്തിട്ടിരിക്കുന്ന ആ സുമാമയോട് നബി തങ്ങൾ ചോദിക്കുകയാ, സുമാമ, നബി തങ്ങൾ അവിടെന്ന് ചോദിക്കുകയാണ്, മുത്തുനബി അവിടെന്ന് ചോദിക്കുകയാണ്. എന്താ ചോദിച്ചതെന്നറിയുമോ? മാതാ ഇൻദകയാ സുമാമ, സുഖമാണോ സുമാമ, സുഖമാണോ സുമാമ? സുഹാദാ സുമാമയുടെ മറുപടി എന്തെന്നറിയുമോ? നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, മുഹമ്മദ്, എനിക്ക് സുഖമാണ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ. എന്നെ വെറുതെ വിട്ടാൽ മുഹമ്മദേ, നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാ. സുമാമയുടെ മറുപടിയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല. മിണ്ടാതെ തിരിച്ചു പോവുകയാണ്. പടച്ചവനെ, രണ്ടാമത്തെ ദിവസം വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നും ചോദിക്കുന്നു, മാതാ ഇൻദകയാ സുമാമ,
സുഖമാണോ സുമാമ? പടച്ചവനെ, സുമാമയുടെ മറുപടി ഒന്നാമത്തെ ദിവസം പറഞ്ഞത് തന്നെയാണ്. നിബിതങ്ങൾ മിണ്ടാതെ മടങ്ങിപ്പോയി. മൂന്നാമത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂല് കടന്നു വരികയാണ്. അവിടെന്ന് ചോദിക്കുന്നു, മാതാ ഇന്ദക്കയാ സുമാമ? സുമാമയുടെ മറുപടി ഒന്നാമത്തെ ദിവസം പറഞ്ഞത് തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവര്, 3 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ സുമാമയെ അഴിച്ചുവിട്, സ്വഹാബ സുമാമയെ അഴിച്ചുവിട് സഹാബ. പടച്ചവനെ, സ്വഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. സുമാമയെ അഴിച്ചുവിടുകയാണ്, സുമാമയെ അഴിച്ചുവിടുകയാണ്. ചിരിക്കുന്ന മുഖത്തോടെ സ്വഹാബത്തിന്റെ മുന്നിലൂടെ സുമാമ എവിടെ നിറങ്ങി നടന്നു പോവുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ നടന്ന് നടന്ന് മുന്നോട്ട് പോയി. അതാ പടച്ചവനെ കൈകാലുകൾ കഴുകുകയാണ്, കൈകാലുകൾ കഴുകുകയാണ്, നല്ല വസ്ത്രം ധരിക്കുകയാണ്. എന്നിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അതാ സുമാമ കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് സുമാമ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ കാണാൻ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ. എനിക്ക് വെറുപ്പായിരുന്നു നബിയേ. എന്നാൽ എന്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയേ. കണ്ടാ വല്ലാത്ത കൊതിയാണ് നബിയേ. സുമാമ പറയുകയാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള നാട് മദീനയാ. എന്നാൽ എന്റെ ജീവിതത്തില് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന നാട് മദീനയാണ് നബിയേ. എന്തൊരനുസരണയാ നബിയേ, എന്തൊരു സ്നേഹമാ നബിയേ, എന്തൊരൊത്തൊരുമയാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ജീവിതം കണ്ടപ്പോ ആ സുമാമ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമീങ്ങളെയാണ് ഇന്ന് ഭീകരവാദിയും തീവ്രവാദിയുമാക്കുന്നത്. പടച്ചവനെ പരിഹസിക്കുകയാണ്. അതാ നമ്മുടെ രാജ്യത്തെ ജമ്മു കാശ്മീരില് തീവ്രവാദികൾ 27 പേരെ വെടിവെച്ചു കൊന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കൊന്നവന് മതമില്ല എന്നെല്ലാവർക്കും അറിയാം. തീവ്രവാദികൾക്ക് ഒരിക്കലും മതമില്ലടോ, തീവ്രവാദികൾക്ക് മതമില്ല. നമ്മൾ പഠിക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? എല്ലാവരും ഈ സമുദായത്തെ കുറ്റം പറയുമ്പോ കേരളക്കാരനായ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പൊന്നാരമകള് പത്രക്കാരോട് പറഞ്ഞത് എന്തെന്നറിയുമോ? അതാ ജമ്മു കാശ്മീരിലേക്ക് ഞാൻ ചെന്നപ്പോ എനിക്ക് കിട്ടിയത് 2 കൂട്ടുകാരെയല്ല, 2 കൂടപ്പിറപ്പുകളെയാണ്. ഷമീർ എന്ന് പറയുന്ന മുസാഫിർ എന്ന് പറയുന്ന അതാ 2 മുസ്ലിമീങ്ങളായ കൂടപ്പിറപ്പുകളെ ദൈവം എനിക്ക് തന്നു എന്ന് രാമചന്ദ്രൻ എന്ന് പറയുന്ന വെടിവെപ്പിൽ മരണപ്പെട്ടു പോയ മനുഷ്യന്റെ മകളവിടെന്ന് വിളിച്ചു പറയുമ്പോ അല്ലാഹുവേ, സ്വന്തം ജീവിതം പോലും നോക്കാതെ അതാ തീവ്രവാദികളുടെ തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് അവനോട് പോരാടി വീരിമൃത്യം ഭരിച്ച മുസ്ലിമിനെ മറന്നു പോയടോ. അല്ലാഹുവിന്റെ പള്ളി ബാങ്ക് വിളിക്കുന്ന മിനാരങ്ങളിലൂടെ അക്രമത്തെ കുളിച്ച് വിളിച്ചു പറഞ്ഞത് പള്ളികളിലാണ്. ഓടി വന്നത് മുസ്ലിമീങ്ങളാണ്. എന്നാൽ ആ മുസ്ലിമീങ്ങളെ കളിയാക്കുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. എന്തുകൊണ്ടാണ് പരിഹസിക്കുന്നത്? മുസ്ലിം ആരാണെന്നറിയാത്തത് കൊണ്ടാണ്, ഇസ്ലാം എന്താണെന്നറിയാത്തത് കൊണ്ടാ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത്, ലോകത്തുള്ള ഒരു മനുഷ്യനെ കൊല്ലുന്നത് അത് ഏത് മതവിശ്വാസിയാകട്ടെ, മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലുന്നത് ലോകത്തുള്ള സർവ്വരെയും കൊല്ലുന്നതിന് തുല്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. ഒരാളെ കൊല്ലുന്നത് ലോകത്തുള്ള സർവ്വരെയും കൊല്ലുന്നതിന് തുല്യമായ പാപമാ. അത്രയും വലിയ പാപമാണെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ
അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണ്? സ്വർഗത്തിൽ പോകാനല്ലേ. ഈ സദസ്സിൽ വന്നിരിക്കുന്നത് സ്വർഗം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. എന്നാ നബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴിയായി നബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? റോഡിലൂടെ നടന്നു പോകുന്ന വഴിയാത്രക്കാർ, റോഡിലൂടെ നടന്നു പോകുന്ന വഴിയാത്രക്കാർക്ക് ഉപദ്രവമായിട്ട് റോഡിലൊരു കല്ല് കിടക്കുകയാണ്, ഒരു കമ്പ് കിടക്കുകയാണ്. ആ കിടക്കുന്ന കല്ല് ഏതെങ്കിലും മനുഷ്യനും എടുത്തു മാറ്റിയാ അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റോഡിലൂടെ നടന്നു പോകുന്നവന് പോലും ഉപദ്രവമുണ്ടാക്കരുത്. ഒരു പടി കൂടെ കഴിഞ്ഞ അള്ളാന്റെ റസൂല് പറയുകയാ, നീ നിന്റെ വീട് ഉയർത്തിക്കെട്ടരുത്. മുസ്ലിമേ, നീ നിന്റെ വീട് ഉയർത്തിക്കെട്ടരുത്. നിന്റെ പണം കൊണ്ട് നിന്റെ പറമ്പില് നീ നിന്റെ വീട് ഉയർത്തിക്കെട്ടരുത്. അയൽവാസിയുടെ വീട്ടിലേക്ക് വെളിച്ചം പോകുന്നതിന് തടസ്സമായാൽ, അയൽവാസിയുടെ വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും പോകുന്നതിന് തടസ്സമായ നിന്റെ സ്വന്തം പറമ്പില് നിന്റെ പണം കൊണ്ട് നീ 2 നില വീട് പോലും വെക്കാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ അതാണോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? അതാണ് പരിശുദ്ധമായ ദീന്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം പോലും അനുസരണ എന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സമുദായം അപവാദങ്ങൾ കേൾക്കുന്നത്, ഈ സമുദായം പരിഹാസങ്ങൾ കേൾക്കുന്നത്? ഈ സമുദായത്തെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവർക്കും എതിർക്കാന്നതിന്റെ കാരണം എന്തെന്നറിയോ? മുസ്ലിമാകുന്നില്ല, നമുക്ക് ദീനില്ലാതെ പോകുന്നു, നമുക്ക് ദീനില്ലാതെ പോകുന്നു. എല്ലാവരും കാലഘട്ടത്തെ കുറ്റം പറയുന്നവരാണ്. ഉസ്താദേ, കാലഘട്ടം അങ്ങനെയായി പോയി. നിബിധങ്ങൾ പറഞ്ഞത് പറയരുതെന്നാണ്. കാലഘട്ടത്തിനൊരു മാറ്റം വന്നില്ലടോ. കാലഘട്ടത്തെ നിങ്ങൾ കുറ്റം പറയരുത്. മനുഷ്യനാണ് മാറിപ്പോയത്, മനുഷ്യനാണ് മാറിപ്പോയത്. അതുകൊണ്ട് അടിച്ചുവിട്ട പട്ടം പോലെ ഈ സമുദായം പറന്നു നടക്കുമ്പോ ഈ യുവതലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. ഇവരെ നന്നാക്കാൻ എന്ത് വഴിയാണെന്ന് ചിന്തിക്കുന്ന മുസ്ലിമേ, ഒരൽപ്പം നേരം നിനക്കൊന്ന് നിൽക്കാൻ സമയമുണ്ടോ? ചോദിക്കുന്നത് അല്ലാഹുവിന്റെ ഖുർആനാ. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ, സഹോദരാ, ഒരൽപ്പം നേരമൊന്ന് നിൽക്കുമോനെ. മുസ്ലിമേ, അല്പം നേരമൊന്ന് നിൽക്ക്. നിനക്ക് നന്നാകാനാണ്, നിനക്ക് കണ്ടുപഠിക്കാനാണ് ഈ കലാം അല്ലാഹു ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഉള്ളാളം മക്കാമിന്റെ മുമ്പിൽ വന്നവരെ, ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. അള്ളാന്റെ ഖുർആനിന് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. കേൾക്കാനുള്ള മനസ്സ് കാണിക്കണേ, കേൾക്കാനുള്ള മാന്യത കാണിക്കണേ. അത് അല്ലാഹുവിന്റെ കലാമാ. അല്ലാഹുവേ, മനസ്സു നൽകണേ അല്ലാ. ബഹുമാനിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായം പണ്ട് എൻ്റെ അയൽവാസി ഒരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്നൊരു കാലമുണ്ട്. എൻ്റെ കൂട്ടുകാരൻ ഒരു മുസ്ലിമാ എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന കാലം. ഇപ്പം മുസ്ലിമിനെ കണ്ടാ ഓടുക. എന്തുകൊണ്ട്? മുസ്ലിം ആകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എങ്ങോട്ടാണെന്ന് നമുക്ക് പോലും അറിയുന്നില്ല. അടിച്ചുവിട്ട പട്ടം പോലെ ഇങ്ങനെ പറന്നു നടക്കാം. എന്തും തിന്നാം, എന്തും കുടിക്കാം, എന്തും ചെയ്യാം. ചോദിക്കാനും പറയാനും ആരുമില്ല. പറയുന്നവനെ പരിഹസിക്കുന്നു, പറയുന്നവനെ കളിയാക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ പറയുന്നവനെ ഉസ്താദ് പറഞ്ഞതുപോലെ ട്രോളുന്ന കാലവാ, പരിഹസിക്കുന്ന കാലവാ, പുച്ഛിക്കുന്ന കാലവാ. ഇന്ന് കോമഡി ഇറക്കുന്നത് ഉസ്താദന്മാരുടെ കോലം കെട്ടിയിട്ട. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 മിനിറ്റ് ഉണ്ട്. ആ 40 മിനിറ്റിന്റെ ഇടയിൽ ഖുർആന് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. അള്ളാഹു നമുക്ക് ആ മനസ്സ് നൽകുമാറാകട്ടെ, അള്ളാഹു മനസ്സ് നൽകുമാറാകട്ടെ, അള്ളാഹു മനസ്സ് നൽകുമാറാകട്ടെ. ഒരു 40 മിനിറ്റ്, ഞാൻ 12 മണിക്ക് നിർത്തിയേക്കാം. ഒരു 40 മിനിറ്റ് ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേട്ടിട്ട് പോ. അള്ളാഹു കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. കേൾക്കൂലേ? ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്നെ കുറിച്ച് എന്തോ പറഞ്ഞു. എന്നെ കുറിച്ചാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെയൊക്കെ മുഖം നോക്കിയപ്പോൾ അദ്ദേഹം എന്നെ കുറിച്ച് എന്തോ പറയുന്നത് എനിക്ക് മനസ്സിലായി. എന്താ പറഞ്ഞതെന്ന് എനിക്ക് തിരിഞ്ഞില്ല. എന്തായാലും അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ.
അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എന്തൊക്കെയോ ചെറുത് മനസ്സിലായി. തങ്ങളുടെ റൂമിൽ പോയ കഥയാണ്. ലത്തീഫ് ഇപ്പോൾ വന്നടാ, സുഖല്ല, അല്ല പിടിച്ചോണം കേട്ടോ, ലത്തീഫിനെ പിടിച്ചോണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഒരു 40 മിനിറ്റ് ഇരിക്കുകയല്ലേ? 40 മിനിറ്റ് ഇരിക്കുകയല്ലേ? ഇരിക്കണം, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിൽക്കണവർക്കല്ലേ അതിൻ്റെ പ്രയാസം അറിയൂ. കരുണ കാണിക്കണം. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ചെറുപ്പക്കാരാ, ഇരുന്നിരുന്ന് മടുക്കുമ്പോൾ ആ നിന്നവനൊന്ന് പരിഗണിക്കണം കേട്ടോ. ഒരുപാട് നേരം ഇരുന്ന് കഴിയുമ്പോൾ ആ നിൽക്കുന്നവനെ ഒന്നിരിക്കുക, നീ ഇരിക്കുമെന്ന് പറഞ്ഞൊന്ന് ഇരുത്താൻ നിൽക്കുന്നവരൊന്ന് മാറിയും തിരിഞ്ഞൊക്കെ ഒന്ന് ഇരുന്ന് കൊടുക്കുക. പ്രായമുള്ളവരിയ്ക്ക് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആനിന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ? ആ പരിശുദ്ധമായ ഖുർആനിന് നമ്മളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം, മക്കളെ എല്ലാവരും ഖുർആൻ ഓതും. എല്ലാവരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. ഉസ്താദെ, ഞാൻ ഒരു ഖത്തം തീർത്തു, ഒരാഴ്ച കൊണ്ട് ഒരു ഖത്തം തീർന്നു, 4 ദിവസം കൊണ്ട് ഖത്തം തീർത്തു, നമ്മളൊക്കെ പറയാറുണ്ട്. എല്ലാവരും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി 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 ഇങ്ങനെ മറിച്ച് തീർക്കുന്നവരാ. എന്നിട്ട് അഭിമാനത്തോടു കൂടി പറയും, ഞാൻ 5 ഖത്തം ഓതിയെന്ന്. എന്റെ പൊന്നാര ചങ്ങാതി, പുസ്തകം വായിച്ച് തീർക്കുന്നത് പോലെ വായിച്ച് തീർക്കാനുള്ളതല്ല അള്ളാഹുവിന്റെ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഒന്നാമതായി പറയുന്നത്, നീ ആ ഓതുന്നത് എന്താണെന്നൊന്ന് ചിന്തിച്ചിട്ട് ഓതടാ ചങ്ങാതി. നീ എന്തെങ്കിലും ഒന്ന് പാരായണം ചെയ്യുമ്പോ ആ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതി ഓതി തീർക്കാനുള്ളതല്ല. ഒരു ആയത്താണ് പാരായണം ചെയ്യുന്നതെങ്കിലും, പടച്ചവനെ ഒരു സൂറത്താണ് ഓതുന്നെങ്കിലും, ആ ഖുർആനിലെ ഒരു ആയത്തിന്റെ അകത്ത് അല്ലാഹു പറയുന്നത് എന്താണെന്ന് നീ ഒന്ന് ചിന്തിക്കണേ. ആ ഖുർആനിൽ അല്ലാഹു പറയുന്നത് എന്താണെന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കേട്ടാ മതിയടാ. ഏത് നന്നാകാത്തവനും നന്നാകാൻ, ഏത് വഴിപിഴച്ച ജീവിതം നയിക്കുന്നവനും നന്നാകാൻ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വഴലൊന്നും വേണ്ടടാ മക്കളെ. വാപ്പമാരെ, പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് മതി നിനക്ക് നന്നാകാൻ. കാരണം ഒരിക്കലും നന്നാകില്ല എന്ന് പറഞ്ഞു ജനങ്ങൾ മുഴുവനും എഴുതി തെള്ളിയവരുണ്ടല്ലോ. ഒരിക്കലും ഇവൻ നന്നാകില്ല എന്ന് പറഞ്ഞു ജനങ്ങൾ എഴുതി തെള്ളിയവര് നന്നായത് ഖുർആൻ കേട്ടട്ടാ. അങ്ങനെ എഴുതി തെള്ളിയ ഒരു മനുഷ്യനാണ് ഖത്താബിന്റെ മകൻ ഉമർ. ഇന്ന് മദീനത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദാ ശരീഫിന്റെ അകത്ത് മുത്തുനബിയുടെ ചാരത്ത് കിടക്കുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ആരാണെന്നറിയുമോ? ആ ഉമർ ആരായിരുന്നെന്നറിയുമോ? ആ ഉമറിനെ കുറിച്ച് നബി തങ്ങൾ പോലും പറഞ്ഞതെന്തെന്നറിയുമോ? ലൗകാന ബഅദീ നബിയ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ്. എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല, എനിക്ക് ശേഷമെങ്ങാനും ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ പ്രവാചകനാകാനുള്ള യോഗ്യത ഉമറിനുണ്ടായിരുന്നു. പടച്ചവനെ, ഉമർ തങ്ങളൊരു പ്രവാചകനാകാൻ യോഗ്യതയുള്ള മനുഷ്യനാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞ ഉമർ ആരായിരുന്നെന്നറിയുമോ? ഖത്താബിന്റെ മകൻ ഉമർ കാട്ടാളനായിരുന്നടോ. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉമറിനെ പേടിയാട്. പടച്ചവനെ, കരയുന്ന മക്കളോട് ഖത്താബിന്റെ മകൻ ഉമർ വരുന്നെന്ന് പറഞ്ഞാൽ ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും പേടിച്ച് കരച്ചൽ നിർത്തമായിരുന്നു. അതാണ് ഖത്താബിന്റെ മകൻ ഉമർ. പടച്ച റബ്ബേ, ഉമറിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഉമറിന്റെ അയൽവാസി പറഞ്ഞ ഒരേ ഒരു വാക്കുമതിയടോ. ഉമറിന്റെ അയൽവാസിയോട് ഒരു മനുഷ്യൻ തന്നിട്ട് പറയുന്നു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസികളുടെ മറുപടി എന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടിക്കിട്ടിരിക്കുന്ന കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. കഴുത മുസ്ലിമായാലും ഉമർ മുസ്ലിമാകില്ല. കാരണം ഉമറിന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. പടച്ച റബ്ബേ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ശപഥമെടുക്കുകയാണ്, മുഹമ്മദിന്റെ തലയുമായിട്ടേ തിരിച്ചു വരൂ. അല്ലാഹുവിന്റെ പ്രവാചകനെ കൊല്ലാനാ ഉമർ പോകുന്നത്. ഉരിപ്പിടിച്ച വാളുമായി കുതിരപ്പുറത്ത് പോകുന്ന ഉമറിനെ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമറേ എവിടെ പോവുകയാ? മുഹമ്മദിന്റെ
മുഹമ്മദിന്റെ തലയെടുക്കാ പോവുകയാ. നമ്മുടെ മതദൈവങ്ങളെ മുഴുവനും കുറ്റം പറഞ്ഞു പുതിയ മതവുമായിട്ട് വന്ന മുഹമ്മദിന്റെ തലയെടുക്കാ പോവുകയാണ്. അപ്പോഴാണ് ചോദിച്ച മനുഷ്യൻ പറഞ്ഞു, ഉമറേ, മുഹമ്മദിന്റെ തലയെടുക്കുന്നതിന് മുമ്പ് സ്വന്തം സഹോദരി ഫാത്തിമ മുസ്ലിമായിരിക്കുകയാ, അവളെ പോയി നന്നാക്കടാ, കുടുംബം നന്നാക്കടാ ഉമറ്. കേൾക്കുമ്പോ വല്ലാത്ത ദേഷ്യം കൂടിയടോ. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് കൂടപ്പറപ്പിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ തന്റെ ഭർത്താവിന് ഖുർആൻ ഓതി പഠിപ്പിക്കുകയാ, അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് ഉമർ കയറി വരുന്നത്. പടച്ചവരെ വല്ലാത്ത കോപമായി ഫാത്തിമ എടുത്ത് തല്ലിച്ചതയ്ക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട സഹോദരിയെ തല്ലിച്ചതയ്ക്കുകയാണ്. ശരീരത്തിലൂടെ മുഖത്തുകൂടെ രക്തമിങ്ങനെ ഒഴുകുമ്പോ കൂടപ്പറപ്പാണല്ലോ, ഉമറിന്റെ മനസ്സൊന്ന് തണുക്കുകയാണ്. തന്റെ സഹോദരി ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ ഉമറിന്റെ മനസ്സൊന്ന് മാറിയടോ. അവിടെ നിന്ന് ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ വന്നപ്പോ എന്തോ പാടുന്നത് കണ്ടല്ലോ, എന്തോ പാടുന്നത് കണ്ടല്ലോ, എന്താണെന്നൊന്ന് പറയുമോ ഫാത്തിമ? ഫാത്തിമ പറയുന്നു, ഞാൻ പാട്ടുപാടിയതല്ല, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയതാണ്. എനിക്കൊന്ന് ഓദിത്താ ഫാത്തിമ, എനിക്കൊന്ന് ഓദിത്താ ഫാത്തിമ. ഫാത്തിമ പറഞ്ഞു, പോയി ശുദ്ധിയായിട്ട് വരാറ്. ഖത്താബിന്റെ മകൻ ഉമർ പോയി കൈകാലുകൾ കഴുകുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന കൂടപ്പറപ്പിന്റെ ചാരത്ത് വന്നപ്പോ ഫാത്തിമ ഓതുകയാണ്, ത്വഹാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് ത്വാഹ എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ, അതിലെ 3-4 ആയത്തുകൾ ഇങ്ങനെ ഓതുകയാണ്. 3-4 ആയത്ത് അവിടെ നിന്ന് ഓതിക്കൊടുക്കുകയാണ്. ആയത്ത് കേട്ട് കഴിഞ്ഞപ്പോ ഉമറിന്റെ ഹൃദയം പിടയ്ക്കുകയാ. കാട്ടാളനായ ഉമറ്, ക്രൂരനായ ഉമറ്, പടച്ചവനെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 3-4 ആയത്തുകൾ കേട്ടപ്പോ ആ ഉമറിന്റെ ഹൃദയം ഒന്ന് പിടയ്ക്കുകയാണ്. ഫാത്തിമയുടെ മുമ്പിൽ നിന്ന് ഉമർ ഇറങ്ങുകയാണ്. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അതാ ഖത്താബിന്റെ മകൻ ഉമർ നടന്നു പോകുകയാണ്. ഉമർ വരുന്നത് കണ്ടപ്പോ സഹാബത്തിന് ഭയമായിടോ. ഖത്താബിന്റെ മകൻ ഉമർ വരുന്നു, തടയാൻ ഒരാൾക്ക് പോലും ധൈര്യമില്ല. സഹാബികൾ മുഴുവനും പേടിച്ചു നിൽക്കുമ്പോ, സഹാബത്ത് മുഴുവനും പേടിച്ചു നിൽക്കുമ്പോ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു അതാ ഉമറിനെ തടയുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഉമറിനെ തടയുന്നത്. എന്നിട്ട് ഹംസ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഉമറേ, നബി തങ്ങളോട് സംസാരിച്ച് മുസ്ലിമാകാമെന്നതാണോ? നിനക്കിതിനകത്ത് കയറിയിട്ട് ജീവനോടെ മടങ്ങിപ്പോകാ, അല്ല അല്ലാഹുവിന്റെ പ്രവാചകനെ എന്തെങ്കിലും ചെയ്യാമെന്നതാണോ? ജീവനോടെ പോകില്ലടാ ഉമറേ, ജീവനോടെ പോകില്ലടാ ഉമറേ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചങ്കൂറ്റത്തിന്റെ വാക്ക് കേട്ടപ്പോ ഉമർ ഭയന്നു പോയടോ, ഉമർ പേടിച്ചു പോയടോ. ഈമാനുള്ള ഒരു മനുഷ്യനൊരു വാക്ക് പറഞ്ഞാൽ ഭയന്നു പോകും സഹോദരാ. ആ ഉമറാണ് നബി തങ്ങളുടെ ചാരത്ത് കടന്നു വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് പറഞ്ഞ് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതെന്ന് ചരിത്രം പറയുമ്പോ ഉള്ളാളം സയ്യിദുന ഉപ്പാട മഖാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവര് എന്തേ നമുക്ക് മാറ്റം വരാത്തത്? ഒരുപാട് ആയത്തുകൾ കേൾക്കുന്നവരാണല്ലോ, ഒരുപാട് സൂറത്തുകൾ കേൾക്കുന്നവരാണല്ലോ, ഒരു മാറ്റവും വരുന്നില്ലടോ. പറയുന്നവനും ഓതുന്നവനും കേൾക്കുന്നവനും മാറ്റം വരുന്നില്ല. എന്തേ ഉസ്താദേ ഇങ്ങനെ ആയി പോയത്? എന്റെ വാപ്പയ്ക്ക് പ്രായമായല്ലോ, എന്റെ ഉമ്മയ്ക്ക് പ്രായമായല്ലോ, മുടിയെല്ലാം നരച്ചു പോയല്ലോ, ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ, 40-ഉം 50-ഉം വയസ്സ് കഴിഞ്ഞിട്ട് പോലും എന്റെ ഉപ്പ നന്നാകുന്നില്ലല്ലോ. സങ്കടപ്പെടുന്ന ചെറുപ്പക്കാരാ, അതിന്റെ കാരണം അറിയണോ മോനെ? ഉമ്മമാരേ, നിന്റെ
ദുസ്വഭാവങ്ങൾക്കൊരു മാറ്റവുമില്ലല്ലോ. എന്തുകൊണ്ടാണ് നീ നന്നാകാത്തത്? ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളിൽ പലരുടെയും സങ്കടം എന്തെന്നറിയുമോ? അല്ലാഹുവേ, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ. 18 വയസ്സേ 20 വയസ്സേ ആയുള്ളൂ, കഞ്ചാവടിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ഉമ്മാനെ ചീത്ത വിളിക്കുന്നു, വാപ്പയെ തല്ലാൻ കൈവെക്കുന്നു. ഉസ്താദേ, നന്നാകുന്നില്ല. എന്തെല്ലാം പറഞ്ഞു കൊടുത്തു, എന്തെല്ലാം ഉപദേശം കൊടുത്തു, എന്നിട്ടും നമ്മുടെ മക്കള് നന്നാകുന്നില്ലല്ലോ. പഠിച്ചവനെ, നമ്മളിൽ പലർക്കും സങ്കടമുണ്ടാകുന്ന കാര്യമുണ്ടോ? ചാനലുകളിൽ കയറിയിരുന്നിട്ട് ഇസ്ലാമിനെ പരിഹസിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആനോദി കളിയാക്കുന്നവരുണ്ടല്ലോ. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ഫർദ ധരിച്ച് ഹിജാബ് ധരിച്ചിട്ട് കളിയാക്കുന്ന മുസ്ലിം പെണ്ണുങ്ങളുണ്ടല്ലോ. ഉസ്താദന്മാരെ പോലും, ഇൽമ പഠിച്ച ആലിമീങ്ങളെ പോലും അൽഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തര അവകാശികളായ ആലിമീങ്ങളുണ്ടല്ലോ. അതാ നബിതങ്ങളുടെ കുടുംബമായ സയ്യിദന്മാരുണ്ടല്ലോ, അവരെ പരിഹസിക്കുന്നവരുണ്ടല്ലോ, അവരെ ട്രോളുന്നവരുണ്ടല്ലോ. അങ്ങനെ ചെയ്യുന്നവരുടെ പേര് കേശവൻ എന്നല്ല, സുകുമാരൻ എന്നല്ല. പടച്ചവനെ, മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരാ, ഫാത്തിമയെന്നും ഖദീജയെന്നും ആയിഷയെന്നും അബൂബക്കറെന്നും ഹസനെന്നും ഹുസൈനെന്നും പേരിട്ട ചെറുപ്പക്കാരാണ്, മുസ്ലിമീങ്ങളാണ് അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്നത്. പടച്ചവനെ, ഇതൊക്കെ കാണുമ്പോ വല്ലാത്ത സങ്കടമുണ്ടാകുമല്ലോ. ഈ മക്കാമിനകത്ത് കിടക്കുന്ന ഉള്ളാളം സയ്യിദ് മദീനി തങ്ങൾ ഉപ്പാരെ കളിയാക്കുന്നവരുണ്ടല്ലോ, പരിഹസിക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ഉറൂസുകളെ കളിയാക്കുന്നവരുണ്ടല്ലോ. ഇങ്ങനെയുള്ളവരെ കാണുമ്പോ നമുക്ക് സങ്കടം തോന്നാറുണ്ടല്ലോ. ഇവന് മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലല്ലോ, അല്ലാഹുവിന്റെ മുമ്പിൽ പോകേണ്ടവനാണെന്നുള്ള ഓർമ്മയില്ലല്ലോ. ഇവൻ എന്തേ ഇങ്ങനെയായി പോയത്? ഇവൻ എന്തേ ഇങ്ങനെയായി പോയത്? അതിന്റെ കാരണം അറിയുമോ ചെറുപ്പക്കാരാ? മുസ്ലിം സമുദായമേ, മുസ്ലിം സമുദായമേ, എന്തുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തതെന്നറിയുമോ? ഉപദേശങ്ങൾക്ക് കുറവില്ലല്ലോ. ചെറുപ്പക്കാര് പറയുന്നത്, സിറാജ്, എത്ര വഅദ് പറഞ്ഞാലും നന്നാകില്ല സിറാജ്. ജീവിതം ആസ്വദിക്കാറുള്ളതാ, ജീവിതം സുഖിക്കാറുള്ളതാ. ഉസ്താദേ, തൊണ്ട പൊട്ടി വലിച്ചു കീറിയിട്ട് കാര്യമില്ല എന്ന് പരിഹസിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകാത്തതിന്റെ കാരണമെന്താ? ഖുർആനിനെ കളിയാക്കല്ലേ, ഖുർആനിനെ ബഹുമാനിക്കണേ. വമൻ അളിമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ കളിയാക്കിയാൽ, ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാതിരുന്ന, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ ഇരുന്നാൽ, ചെറുപ്പക്കാരാ, ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാനുള്ളതല്ലടാ അല്ലാഹുവിന്റെ ഖുർആൻ. അത് പടച്ചവന്റെ കലാമാ മോരെ, അത് അല്ലാഹുവിന്റെ കലാമാ. ആ ഖുർആനിനെ നീ ആദരിക്കണേ, ആ ഖുർആനിനെ നീ ആദരിക്കണേ, ആ ഖുർആനിനെ നീ ബഹുമാനിക്കണേ. ചെറുപ്പക്കാരാ, കേട്ടിട്ട് കളയല്ലേടാ പൊന്നുമോരെ, ഉമ്മമാരെ, ഉപ്പമാരെ. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് വെറുതെ കളയരുത്. അത് സംഗീതമല്ല, അത് സംഗീതമല്ല. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാ, അത് സംഗീതമല്ല ചെറുപ്പക്കാരാ, അത് ഖുർആനാടാ മോനെ. ആ ഖുർആൻ കേട്ടിട്ട് പരിഗണിച്ചില്ലെങ്കിൽ അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ലടോ, ഒരിക്കലും നന്നാകില്ലടോ. എത്ര വഅദ് പറഞ്ഞാലും അവൻ നന്നാകില്ല. അല്ലാഹ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്, പണ്ഡിതന്മാരിരിക്കുന്ന മജ്ലിസാണ്. അല്ലാഹു പറയുകയാണ്, വൈന തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ.
ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചം കേറൂല, ഹിദായത്തിന്റെ വെളിച്ചം കേറൂല. എത്ര വാഴ പറഞ്ഞാലും കേൾക്കൂല. ഉമ്മ എത്ര കരഞ്ഞാലും നിന്റെ മക്കൾ മനസ്സിലാക്കില്ല. പടച്ചവനെ, ഉപദേശങ്ങൾക്ക് കുറവില്ലാഞ്ഞിട്ടല്ല, കനിയാ പൊട്ടി കരഞ്ഞുകൊണ്ട് സ്വന്തം മക്കളോട് കരഞ്ഞുകൊണ്ട് പറയുന്ന മാതാപിതാക്കളുണ്ടല്ലോ, ഒരിക്കലും അവര് കേൾക്കില്ലടോ. ഞാനല്ല പറയുന്നത്, അല്ലാഹുവാണ് പറയുന്നത്. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു തന്നെ പറയുകയാണ്, അവരുടെ ചെവി അല്ലാഹു അടച്ചു വെച്ചിരിക്കുകയാണ്. നീ പറയുന്നത് കേട്ടാലല്ലേ നന്നാകത്തുള്ളൂ. പക്ഷേ അല്ലാഹു അവരുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. നിന്റെ പൊന്നുമക്കളുടെ ഹൃദയം അല്ലാഹു സീല് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വാപ്പാ പ്രായമായിട്ടും നിനക്ക് നന്നാകാൻ കഴിയാത്തത്. അല്ലാഹു അവരുടെ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയം അല്ലാഹു സീല് വെച്ചിരിക്കുകയാണ്. ഫലമ്മാ സാഗൂ അസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, മോനെ, ഖുർആനിന് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള അവകാശമുണ്ടടാ. ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, ഒരാൾക്ക് നരകം വാങ്ങിക്കൊടുക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന് പവറുണ്ടെന്ന് നിബിധങ്ങളെ പഠിപ്പിക്കുമ്പോ വയത് കേൾക്കാമെന്നവരെ ഒരായത്ത് കേൾക്കടാ മോരെ, ഒരായത്ത് കേൾക്കടാ ചെറുപ്പക്കാരാ. ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചവനെ പുറങ്കാട് കൊണ്ട് ചവിട്ടിത്തേക്കുന്ന യുവത്വമേ, ആസ്വദിക്കടാ മോനെ. എവിടെ പോകാനാ ചെറുപ്പക്കാരാ? എന്റെ പെങ്ങന്മാരോട് പറയുകയാണ്, തലമറക്കാതെ, അല്ലാഹുവേ ഔറത്ത് മറക്കാതെ തോന്നിവാസം കാണിക്കുന്ന പെങ്ങളെ, പറയുന്നവനെ കളിയാക്കുന്ന കാലമാ, പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാ. എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയുകയാ, മക്കളെ, എവിടെ പോയാലും വീഴുമടാ ചെറുപ്പക്കാരാ. എവിടെ പോയാലും ഒരു ദിവസം നീ വീഴും മോനെ. പറയുന്നത് ഞാനല്ല, അല്ലാഹുവിന്റെ ഖുർആനാ. ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമല്ലോ, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇത് ഒന്നാമത്തെ ആയത്താണല്ലോ. ഇനി അവസാനത്തെ ആയത്ത് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനിലെ അവസാനത്തെ ആയത്ത് നിനക്കറിയുമോ? അതൊരു ഭീഷണിയാടാ ചെറുപ്പക്കാരാ. അത് വല്ലാത്ത ഒരു ഭീഷണിയാ. പറയുന്നത് ലോകത്തിന്റെ അധിപനായ അല്ലാഹുവാ. ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ ഭീഷണിയാ. ആയത്തേതെന്നറിയുമോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുകയാ, എവിടെ പോയാലും നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവരുമടാ. നീയൊക്കെ ഓർത്തു വെച്ചോ, നീയൊക്കെ ഓർത്തു വെച്ചോ. ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നീയൊക്കെ പോയാലും നിന്നെയൊക്കെ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ഇത് പറയുന്നത് പടച്ച റബ്ബാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഉള്ളാളം മക്കാമിന്റെ മുമ്പില് ഉറൂസിനോടി വന്ന മുസ്ലിമേ, നന്നാകണേ, നന്നാകണേ. ഏത് നന്നാകാത്തവനും നന്നായവരുണ്ടല്ലോ. ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാനുണ്ടല്ലോ. മക്കളെ, ഫുളൈൽ ഇബ്നു അയ്യാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാ, ഉള്ളാളം മക്കാമിൽ വരുമ്പോ വലിയ സന്തോഷമുണ്ടോ, വല്ലാത്ത ആനന്ദകരമായ ചില കാഴ്ചകളുണ്ടോ. എത്ര ചെറുപ്പക്കാരാണെന്നറിയുമോ, എന്തൊരു സ്നേഹമാണെന്നറിയുമോ. ആലിമീങ്ങളെ ഇഷ്ടപ്പെടുന്ന,
സയ്യിദന്മാരെ ഇഷ്ടപ്പെടുന്ന, ഉസ്താദന്മാരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടോ. അവര് പലരും മുടി വളർത്തിയവരാണ്, പലരും കീറിയ മുണ്ടുപിടാ പാൻറ് ധരിച്ചവരാണ്. എന്നാലും മക്കളെ വല്ലാത്ത സ്നേഹമാണ്. മുടി വളർത്തി എല്ലാവരും കഞ്ചാവാണെന്ന് ഞാൻ പറയൂല. കീറിയ പാൻറ് ധരിച്ചവര് മുഴുവനും അല്ലാഹനെ മറന്ന് നടക്കുന്നവരാണെന്ന് പറയൂല. അവരുടെ കൂട്ടത്തിലും നല്ല മക്കളുണ്ടോ. പടച്ചവനെ എന്ത് നല്ല കാഴ്ചയെന്നറിയുമോ? വണ്ടിയിൽ വന്നിറങ്ങിയത് മുതല് പടച്ചവനെ ത്വാഹ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൂടെ 19 ചെറുപ്പക്കാരാണ്. റബ്ബേ, എന്തൊരു സ്നേഹമെന്നറിയുമോ? കഴിഞ്ഞ ഉറൂസിന് കടന്നു വന്നപ്പോ അന്ന് വളരെ സന്തോഷത്തോടെ കൊണ്ടുവന്ന ചെറുപ്പക്കാർ ഇന്നും സ്നേഹത്തോടെ പടച്ചവര് ഉസ്താദന്മാരുമായി ഖിദ്മത്ത് ചെയ്യാൻ നടക്കുന്നത് കണ്ടപ്പോ വല്ലാത്ത സന്തോഷം തോന്നി. പടച്ചവന് ആ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരുടെ ഈമാൻ നിലനിർത്തി കൊടുക്കണേ അല്ലാ. ആ ചെറുപ്പക്കാരോട് പറയുകയാ, ഉള്ളാളത്തിന്റെ പരിസരത്തുള്ള യുവത്വമേ, ഫുളൈൽ ഇബ്നു ഇയാദ് ആരാണെന്നറിയുമോ മോനെ? കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ, കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാ. ഫുളൈലിന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ? ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട അവളുമായി ശാരീരികമായി ബന്ധപ്പെടുന്നവനാ. അല്ലാതെ സമാധാനം വരൂല, അല്ലാതെ സമാധാനം വരൂല. പടച്ചവനെ, ഫുളൈൽ ഇബ്നു ഇയാദ് ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ അവളെ വ്യഭിചരിക്കുന്നവനാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫുളൈലിന്റെ കൂട്ടുകാര് പറയുന്നത്, ഫുളൈല്, ഏത് പെണ്ണിനെയും നീ വളയ്ക്കുമല്ലോ, എന്നാ ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാ, ഞങ്ങളൊരു പെണ്ണിനെ കാണിച്ചു തരാ. പറ്റുമെങ്കിൽ നിനക്കൊന്ന് വളയ്ക്കാൻ പറ്റുമോ? അവളെയൊന്ന് പരാജയപ്പെടുത്താൻ പറ്റുമോ? എങ്കിലും ഞങ്ങൾ സമ്മതിക്കാൻ, നീ ആൺകുട്ടിയാണെന്ന്. ഫുളൈൽ ഇബ്നു ഇയാദിനൊരു പെണ്ണിനെ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന സുന്ദരിയായ ഒരു പെണ്ണ്. ഫുളൈൽ ആ പെണ്ണിന്റെ പുറകിൽ നടക്കുകയാണ്. പടച്ചവനെ, എത്ര നടന്നിട്ടും അവള് പരിഗണിക്കുന്നില്ല, അവള് സഹകരിക്കുന്നില്ല. ഫുളൈൽ തന്റെ ആഗ്രഹം പറയുകയാണ്. പെണ്ണൊന്നും മിണ്ടാതെ നടക്കുന്നത് കണ്ടപ്പോ ഫുളൈലിന് വല്ലാത്ത ദേഷ്യമാവുകയാണ്. അങ്ങനെ ആരാരുമില്ലാത്ത ഒരു ദിവസത്തില് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ഫുളൈൽ പെട്ടെന്ന് അതിക്രമിച്ച് കയറുകയാണ്. ആ സുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ വീടിന്റെ അകത്ത് അതിക്രമിച്ച് കയറി. എന്നിട്ട് പറയുന്നു, പെണ്ണേ, ഇപ്പൊ നമ്മൾ രണ്ടുപേരുമേ ഉള്ളൂ, കാണാൻ ഒരാൾ പോലുമില്ല. എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതോ, നിന്നെ ഞാൻ വെറുതെ വിടോ? ആ പെണ്ണ് വഴങ്ങാതെ വന്നപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് ആ പെണ്ണിനെ എവിടെന്ന് ബലാത്സംഗം ചെയ്യുകയാണ്, റേപ്പ് ചെയ്യുകയാണ്. അതാ ആരോഗ്യവാനായ ഫുളൈൽ ആ പാവപ്പെട്ട പെണ്ണിന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയാണ്. അവളെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി കീഴ്പ്പെടുത്തിയിട്ട് ആ പെണ്ണിന്റെ 2 കാലുകൾക്കിടയിലേക്ക് പോയിരിക്കുകയാണ്. വ്യഭിചരിക്കാൻ പോകുമ്പോ പെണ്ണ് നിലവിളിക്കുന്നുണ്ട്, തള്ളി മാറ്റാൻ നോക്കുന്നുണ്ട്. പടച്ചവനെ, എന്ത് ചെയ്തിട്ടും ഫുളൈൽ എവിടെന്ന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അതാ ഫുളൈൽ വ്യഭിചരിക്കാൻ പോകുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരു ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു പ്രായം ചെന്ന മാതാവ് ഖുർആൻ ഓതുകയാ. എന്താ ഓതുന്നതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ആയത്തങ്ങ് കേൾക്കുമ്പോ നിലവിളിച്ച പെണ്ണ് മിണ്ടുന്നില്ല, പിടിച്ചു തള്ളിയ പെണ്ണനങ്ങുന്നില്ല. ആ പെണ്ണ് കരയുകയാണ്. ആ പെണ്ണിന്റെ കണ്ണിങ്ങനെ നിറയുകയാണ്. ഫുളൈലിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. നിലവിളിച്ച പെണ്ണ് മിണ്ടുന്നില്ല. വിടണേ എന്ന് പറഞ്ഞ് കൈകാലടിച്ച പെണ്ണനങ്ങുന്നില്ല. ഫുളൈൽ ചോദിച്ചു, നീ സമ്മതിച്ചതാണോ? ഞാൻ ചെയ്യാ സമ്മതിച്ചതാണോ? ആ സമയത്ത് ആ പെണ്ണിങ്ങനെ ഫുളൈലിന്റെ മുഖത്ത് നോക്കിക്കെട്ടിങ്ങനെ സങ്കടത്തോടെ അവിടെ നിന്ന് കരയുമ്പോ ഫുളൈൽ ചോദിക്കുന്നു, പെണ്ണേ, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ എന്നെ നോക്കുന്നത്? നിലവിളിക്കുന്നില്ലല്ലോ, കൈകാലുകളിട്ട് ചവിട്ടുന്നില്ലല്ലോ, എന്താണ് നീ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, ഫുളൈലേ, അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേ?
അല്ലാഹു ചോദിക്കുന്നത് കേട്ടില്ലേ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേടാ ഫുലൈല്? ഒരുപാട് ആസ്വദിച്ചില്ലേ, ഒരുപാട് വ്യഭിചരിച്ചില്ലേ, ഒരുപാട് സുഖിച്ചില്ലേ, നിർത്താറായില്ലേ ഫുലൈല്? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഫുലൈലിന്റെ ഹൃദയത്തിൽ തറച്ചടാ ചെറുപ്പക്കാരാ. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവായി നടന്ന ഫുലൈലിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പടന്ന് തറയ്ക്കുകയാണ്. ഫുലൈലിന്റെ കണ്ണ് നിറയുകയാണ്, ഫുലൈലിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ആ പെണ്ണിന്റെ വീടിന്റെ അകത്ത് നിന്ന് നിറകണ്ണുകളോട് ഫുലൈൽ ഇബ്നു ഇയാദ് ഇറങ്ങിപ്പോയി. അവസാനം ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല ലോകമറിയുന്ന മഹാനായി മാറിയുന്ന ചരിത്രം പറയുമ്പോ നമ്മളും കേൾക്കാറില്ലേ? ഒരായത്തല്ലല്ലോ, 1000 ആയത്ത് കേൾക്കുന്നല്ലോ. എത്ര ദിവസമായുള്ള ആളെ മുറൂസ് തുടങ്ങിയിട്ട് ഓരോ ദിവസവും 2 ഉസ്താദന്മാരുടെ പ്രഭാഷണമാ. പടച്ചവനെ എത്ര ആയത്തുകൾ കേട്ടവരാ, എത്ര സൂറത്തുകൾ കേട്ടവരാ, എത്ര ഹദീസ് കേട്ടവരാ. എന്നിട്ടും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റം വരുന്നില്ലല്ലോ. പേടിക്കണം മുസ്ലിമേ, പേടിക്കണം പെങ്ങളെ. മൊബൈലിന്റെ ഉള്ളറകൾ മുഴുവനും പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളും ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങളും. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഅലില്ലാത്ത പെണ്ണിന്റെ മൊബൈലില്ലല്ലോ. എത്രയോ ചെറുപ്പക്കാരന്റെ വഅല് കേൾക്കുന്നു. എന്നാ ചെറുപ്പക്കാരാ, ആ പ്രഭാഷണത്തിന്റെ ഇടയിൽ ബറക്കത്തിന് വേണ്ടി നീ വൃത്തികേടുകൾ കൊണ്ട് നടക്കുന്നവനല്ലോ. മക്കളെ, എന്തെല്ലാം വൃത്തികേടുകളാണ് ആ മൊബൈലിലുള്ളത്. വഅലും കേൾക്കും, ആ വൃത്തികേടും കാണും. ഇതെന്ത് ജീവിതമാ ചെറുപ്പക്കാരാ? എന്റെ പെങ്ങന്മാരോട് പറയുകയാ, ഖുർആൻ ഓതി ഓതി കളഞ്ഞു തീർക്കാനുള്ളതല്ല. ഓതുന്നതൊരായത്താണോ, ഓതുന്നതൊരായത്താണോ, അത് ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ആയത്താകണം സഹോദരാ. അല്ലാഹു പറയുന്നത് എന്താണെന്ന് ചിന്തിക്കണേ, അല്ലാഹു പറയുന്നത് എന്താണെന്നും ആലോചിക്കണേ. എന്നിട്ട് നിന്റെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാ തയ്യാറാകണേ. അല്ലാഹുവേ, ഖുർആൻ പാരായണം ചെയ്യുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഓതാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് പറയാനുള്ള 5 കാര്യങ്ങളാണ് ഖുർആനിൽ നമ്മളോട് പറയാനുള്ളത്. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ? മുസ്ലിമേ, വെറുതെ പാരായണം ചെയ്താ പോരാ, പറയുന്നത് ചിന്തിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വെറുതെ ഇങ്ങനെ ഓതി ഓതി തീർത്തിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ ഒരുപാട് ഖത്തം ഓതി, ഞാൻ ഒരുപാട് സൂറത്തുകൾ കാണാതെ പഠിച്ചു വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓതുമ്പോ ആ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കണം. അതൊരായത്താണെങ്കിലും ഒരു സൂറത്താണെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയണം. ഒന്നുമില്ലെങ്കിലും അത് ഖുർആനാണെന്നുള്ള ബോധമെങ്കിലും നമുക്കുണ്ടാകണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് പറഞ്ഞ ഖുർആൻ തൊടുമ്പോൾ പോലും ഉദവെടുക്കണം. കിബിലയുടെ നേരെ ഇരുന്ന് വേണം പാരായണം ചെയ്യാൻ. ഖുർആൻ ഓതുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഖുർആനിനെ നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക. അതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഉസ്താദന്മാർക്ക് പിരിക്കാനുള്ളതൊന്നുമല്ല ഖുർആൻ. അത് എല്ലാവർക്കും ഒരു മാർഗദർശനമായി, ഒരു വെളിച്ചമായി അള്ളാഹു ഇറക്കിയതാണ് ഖുർആൻ. അപ്പൊ ആ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ പടച്ചവനെ ഓതുന്നത് ഖുർആനാണെന്നുള്ള ഏറ്റവും കുറഞ്ഞ ഒരു ബോധമെങ്കിലും നമുക്ക് ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കാതിരുന്നാൽ, അതിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ ഇരുന്നാൽ അള്ളാഹു നമ്മുടെ ചെവി അടയ്ക്കും, നമ്മുടെ ഹൃദയം അള്ളാഹു സീല് വെക്കും. വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദു ഇദൻ അബദാ. പിന്നെ എത്ര വാഴ് കേട്ടിട്ടും കാര്യമില്ല, നിന്റെ മുമ്പിൽ എന്തെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടും കാര്യമില്ല, നിന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കയറൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ തന്നെ പലതും പറയുമ്പോൾ നമ്മൾ ചോദിക്കും, ഇവനും മരിക്കേണ്ടവനാണെന്നുള്ള പേടിയൊന്നുമില്ലേ? എടോ, ഈ മക്കാമി കിടക്കുന്ന സയ്യിദ് മദനി ഉപ്പ അള്ളാഹു ഇവിടുത്തെ ബർസഖയായി ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ തങ്ങളുപ്പാനൊക്കെ കുറ്റം പറയണവരില്ലേ, കളിയാക്കുന്നവരില്ലേ, ബഹുമാനിക്കാത്തവരില്ലേ, ഇതിനെയൊക്കെ പരിഹസിക്കുന്നവരില്ലേ? ഇത് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ഇവൻ എന്ത് മനുഷ്യനാ?
ഇവന് മരണവും ഖബറും നരകവും പരലോകവും ഒന്നും വിശ്വാസമില്ലല്ലോ. അവൻ എന്നാ വിശ്വാസമാടോ? അവൻ എന്തൊക്കെ നീ ഇനി കാണിച്ചു കൊടുത്താലും അവൻ ഒരിക്കലും നന്നാകില്ല. കാരണം എന്തേ? അള്ളാഹു അവനെ എഴുതി തെള്ളിക്കളഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ അവനെ നന്നാക്കാൻ പറഞ്ഞ് നിന്റെ സമയം കളയണ്ട, ഓന്റെ പുറകിൽ നടന്ന് നിന്റെ സമയം കളയണ്ട. നീ ആദ്യം നന്നാകാൻ നോക്ക്. ഇവിടെ നമ്മൾ ലോകം നന്നാക്കണ്ട, ആദ്യം നന്നാകേണ്ടത് നമ്മളാ. നമ്മൾ നന്നായിട്ട് നമ്മുടെ ഭാര്യയെ നന്നാക്കണം. നമ്മുടെ ഭാര്യ നന്നായാൽ നമ്മുടെ മക്കൾ നന്നാകും, നമ്മുടെ വീട് നന്നാകും. ആദ്യം നമുക്കും നമ്മുടെ വീട്ടിലും ദീൻ ഉണ്ടാക്കാൻ പരിശ്രമിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഇങ്ങനെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ചിലരെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ചിലരെ നന്നാക്കാനൊന്നും കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലരുടെ സ്വഭാവം കണ്ടാൽ പിന്നെ എന്താണ് നീ ആലോചിച്ചു പോകും. ശൈത്താനിനെക്കാളും വലിയ ശൈത്താന്മാരുടെ കാലമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇബിലീസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഇബിലീസിനെക്കാളും വലിയ ഇബിലീസുകൾ ജീവിച്ചിരുന്ന കാലമാണ്. ഏതാണ് ഇബിലീസ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുക. നമ്മൾ ചരിത്രം പറയാറുണ്ട്. നാളെ നരകത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇബിലീസ് ഒരു പ്രഭാഷണം നടത്തും. തന്റെ അനുയായികളോട് ഇബിലീസ് ഒരു പ്രസംഗം നടത്തും. അങ്ങനെ പ്രസംഗമെല്ലാം നടത്തിയിട്ട് നീ പൊക്കോ ഓരോരുത്തരിങ്ങനെ നരകത്തിലേക്ക് കയറ്റിവിടുക. അപ്പൊ ഇബിലീസ് ഇങ്ങനെ ഇരിക്കുമ്പോ സാക്ഷാൽ ഫിർഔൻ ഇങ്ങനെ നടന്നു വരുമെന്ന്. ആര് നടന്നു വരും? അവന്റെ പേര് പറയുമ്പോ എന്തോ പറയണ്ടേ? പിന്നെന്താ ഉണ്ടായിരിക്കണേ? ആ ഫിർഔൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇബിലീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കും അത്രേ. ഗുരുവിനെ കാണുമ്പോൾ ശിഷ്യനെ കാണുമ്പോൾ ഗുരു എഴുന്നേക്കുന്നതില്ല. ഗുരുവിനെ കാണുമ്പോൾ ശിഷ്യന്മാർ എഴുന്നേക്കുന്നത് പോലെ ഇബിലീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഫിറോവൻ ചോദിക്കും, എന്നെ എന്താ കളിയാക്കുവാണോ നീ? എന്നെ നീ കളിയാക്കിയതാണോ? എടാ, എന്നെ പിഴപ്പിച്ചത് നീയാടാ, എന്നെ ഇങ്ങനെ ആക്കിയത് നീയാ. എന്നിട്ട് നീ എന്നെ കാണുമ്പോ കളിയാക്കുന്നു എന്നെ. അപ്പൊ ഇബിലീസ് പറയും അത്രേ, നിന്നെ പിഴപ്പിച്ചത് ഞാനാ. ഈ നരകത്തിൽ കിടക്കുന്ന എല്ലാവരെയും പിഴപ്പിച്ചത് ഞാനാ, ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്നാലും നീ സാധാരണ ആളല്ല. അപ്പൊ ഫിറോവൻ ചോദിക്കുക, അതെന്തേന്ന്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബിലീസ് ആരോടെങ്കിലും ഞാനാണ് അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഇബിലീസ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനാ അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലേ? ആര് പറഞ്ഞിട്ടുണ്ട് ഞാനാ റബ്ബാണെന്ന്? അന്ന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ഏതാ? ചിന്തിക്കേണ്ടത് അവിടെ. ഇവിടത്തെ ഏറ്റവും വലിയ ശൈത്താൻ ആരാ? ഇതിലെ ഏതാണ് ഏറ്റവും വലിയ ശൈത്താൻ എന്ന് തിരിയണില്ല. അവന്റെ പ്രേതം ഇപ്പോഴും ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവന്റെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവര് പള്ളികളും പരിസരത്തും നമ്മുടെ കുടുംബത്തിലും പലയിടത്തും കാണാറുണ്ട്. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ളാളം മക്കാമിലാണ് വയലെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണേ, ഉസ്താദെ ഒരുപാട് ദുആ ചെയ്യണേ. ഞാൻ ഇവിടെ വന്നിറങ്ങിയത് മുതൽ സ്റ്റേജിലേക്ക് വരുന്നത് വരെ എന്നെ ഒരുപാട് പേര് കണ്ടു. എന്നോട് അധികം പേരും സുഖമാണോ എന്ന് ചോദിച്ചവര് വളരെ കുറവാ. സത്യം പറഞ്ഞാൽ ഒരാളെങ്കിലും, ആസിഫെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ അടുക്ക വന്ന ഒരാൾ പോലും ഉസ്താദിന് സുഖമാണോ എന്ന് ഒരാൾ പോലും എന്നോട് ചോദിച്ചില്ല. എന്നോട് അധികം പേരും പറഞ്ഞത് ക്യാൻസറാ, രോഗമാ, മക്കളില്ല, സാമ്പത്തിക നഷ്ടമാ. പടച്ചവന് ഏറ്റവും കൂടുതൽ പേര് ദുആ ചെയ്യണമെന്നാ പറഞ്ഞേ. അപ്പൊ ഈ വന്നിരിക്കുന്നതിൽ 100% പേരും ഇന്നത്തെ ദുആ പ്രതീക്ഷിച്ച് വന്നവരാ. ഞാനും അങ്ങനെയാ വന്നത്. അള്ളാഹു നമ്മുടെ ദുആയ്ക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. വയല് എപ്പോഴും കേൾക്കാടോ, വയല് എപ്പോ വേണമെങ്കിലും കേൾക്കാം. പക്ഷേ ഈ മക്കാമി കിടക്കണ നമ്മുടെ ഉപ്പ വല്ലാതെ സന്തോഷിക്കുന്ന സമയവാ. മഹാനവറുകൾ വല്ലാതെ സന്തോഷിക്കുന്ന സമയവാ. അത് മനസ്സിലാക്കുന്നവർക്കേ അറിയൂ. നമ്മളൊക്കെ ചുമ്മാതെ വരും. ഇവിടെ വന്നിരിക്കുന്ന അധികം പേരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാ. ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല മക്കാമി വരേണ്ടത്. അള്ളാഹുവിൻ്റെ വലിയകൾ ആദരിക്കണം, ബഹുമാനിക്കണം, അവരെക്കുറിച്ച് പഠിക്കണമടോ. ഓരോ വയലും ഓരോ ഉറൂസും മനസ്സിലാക്കേണ്ട കാര്യമെന്താ? 10-12 ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ ഉസ്താദന്മാരെ കൊണ്ടുവന്ന് വയല് വെച്ച് അവസാന ദിവസം ലക്ഷങ്ങൾ പൊടിച്ച് മട്ടം മന്തി വെച്ച് നാട്ടുകാർക്ക് കൊടുക്കലല്ല ഉറൂസ്. അത് വേറെ കാര്യം. ഉറൂസുകൾ ലക്ഷ്യം വെക്കേണ്ട കാര്യമെന്താ? നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാണെന്ന് അറിയുന്നില്ലടോ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാ, അവരുടെ പവർ എന്താ, അവരുടെ മഹത്വം എന്താ അറിയണില്ല. അതുകൊണ്ടാണ് ഇന്നെൻ്റെ പ്രിയപ്പെട്ടവരെ ഉറൂസുകളിൽ, നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ഉറൂസുകൾ നടക്കുമ്പോൾ എഴുന്നള്ളത്തിന് ആനയാ വരുന്നേ, ചെണ്ടമേളങ്ങളാ, ഗാനമേളകൾ നടത്തുന്ന ഉറൂസുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, അവസാനം ആനയ്ക്ക് തന്നെ ഇതെല്ലാം കണ്ട് സഹിക്കാൻ കഴിയാതെ അതിനും പ്രാന്ത് പിടിക്കാറുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
ആമീൻ പറ, ആമീൻ പറ. ആ നാൽക്കാലിക്ക് അള്ളാനെ പേടിയുണ്ടോ? ലത്തീഫ് പോവാണോ? ലത്തീഫ് എൻ്റെ അടുത്ത് ചോദിക്കണ സുഖമാണോ? അൽഹംദുലില്ലാ. നീ ഇങ്ങനെ ചോദിച്ചല്ലോ. വീട് പണി എന്താ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എന്തോ ആട് നെയ്യൊക്കെ ഓൻ്റെ അടുത്ത് ചോദിച്ചാൽ തരുമെന്നേ. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എത്ര ആട് വേണോ അവിടെ? എന്താ? അൽഹംദുലില്ലാ. പോരെ, മതിയോ? 25 ആട് മതിയോ? അവൻ്റെ കിഡ്നിയൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ്. ആട് വേണ്ടടാ, നെയ്യ് മതി. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. 25 ആട്, 30 ആയിക്കോട്ടെ. പോട്ടെ ഇൻഷാ അല്ലാഹ്. 33 ആയിക്കോട്ടെ. സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാണ്. പോട്ടെ ഇൻഷാ അല്ലാഹ്. 33 ആട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. വീടിൻ്റെ പണിയൊക്കെ അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഉമ്മയ്ക്ക് അള്ളാഹു ഉമ്മാനെ തിരക്കിന്ന് പറഞ്ഞാൽ ലത്തീവേ ഉമ്മാനെ തിരക്കിന്ന് പറയണേ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അപ്പം ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ ഇന്നത്തെ യുറൂസുകൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ പലപ്പോഴും ആനയെ കൊണ്ടുവന്നിട്ട് ആനയ്ക്ക് അങ്ങോട്ട് പ്രാന്ത് പിടിച്ചിട്ട് എത്ര എണ്ണത്തിന് ചവിട്ടിക്കൊന്നു. ഷഹീദിൻ്റെ കൂലിയാണോ? അല്ല. ആലോചിക്കുക, എന്തുകൊണ്ടാണോ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്ന? എന്തുകൊണ്ടാ? അവർക്ക് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാരാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഉള്ളാളങ്കാരോട് ഞാൻ പറയുന്നത്, ഓരോ ഉറൂസ് നടത്തുമ്പോഴും 50 പേർക്കെങ്കിലും, ഈ കുട്ടികൾക്കെങ്കിലും ഔലിയാക്കന്മാരാരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എങ്കിലേ ഈ ഉറൂസ് ഇതുപോലെയൊക്കെ നടത്തും. ഇല്ലെങ്കിൽ വേറെ പല അവസ്ഥയായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, എല്ലാവരും ദുആ പ്രതീക്ഷിച്ചു വന്നവരാ. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യാം. 12 മണിയായി. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തുതരുമാറാകട്ടെ. അള്ളാഹു പുറത്തുതരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ തൗബ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ ഒന്ന് ഏറ്റുപറയാം. എന്നിട്ട് തൗബ ചെയ്തിട്ട് പിരിയാം. ആദ്യം നമുക്ക് നന്നാകാം. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് തൗബ ചെയ്തൂടെ? ഇൻഷാ അള്ളാഹ്ക്കൊരു പവറൊന്നുമില്ല. തൗബ ചെയ്തൂടെ? ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? തൗബ ചെയ്യാനൊക്കെ തീരുമാനിച്ചല്ലോ. 27-ാം രാവിൻ്റെ അന്ന് ഒരുത്തൻ കുളിച്ചൊരുങ്ങിയിട്ട് പോകുന്നുണ്ട്. എവിടെ പോവാടാ? തൗബ വാങ്ങാൻ പോവാന്ന്. 27-ാം രാവിൻ്റെ അന്ന് ഒരാൾ കുളിച്ചൊരുങ്ങി പോകുന്നുണ്ട്. എവിടെ? തൗബ വാങ്ങാൻ. അങ്ങനെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല തൗബ. തൗബയെന്ന് പറഞ്ഞാൽ എന്താ? അത് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയൊന്നുമല്ല. എടോ, പറയുന്നത് ഒരു വാക്കാണെങ്കിലും ആത്മാർത്ഥമായിട്ടാണ്, ഇഖ്ലാസോടുകൂടിയാണ് പറയുന്നതെങ്കിൽ അള്ളാഹു അതാ പരിഗണിക്കുന്നത്. നമുക്കില്ലാതെ പോയത് ആ ഒരു ഇഖ്ലാസ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഉസ്താദ് വെള്ളിയാഴ്ച ദിവസം പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗിക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു, ഏത് പ്രതിസന്ധിയിലും ഏത് വലിയ വിഷയമുണ്ടാകുന്ന സമയത്തും ഒരാൾ അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ അള്ളാഹു സഹായിക്കും. ഉസ്താദിൻ്റെ ജുമാ പ്രസംഗമാണ്. ഞങ്ങളുടെ നാട്ടിൽ ജുമാ പ്രസംഗമുണ്ട്. ജുമായ്ക്ക് മുമ്പ് 1/2 മണിക്കൂർ വലിയ പ്രസംഗമുണ്ട്. അങ്ങനെ അന്നാ എല്ലാവരും നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കും. അപ്പോൾ ഉസ്താദിൻ്റെ അന്നത്തെ വിഷയം എന്താ? ഏത് പ്രതിസന്ധിയിലും അള്ളാഹിനോട് ചോദിച്ചാ നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? അള്ളാഹിനോട് ചോദിച്ചാ അള്ളാഹു സഹായിക്കും. ആ വഴതെല്ലാം കഴിഞ്ഞു. അന്ന് രാത്രിയിൽ ഒരു കള്ളൻ മോഷ്ടിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ കയറി. ആ പ്രസംഗം കേട്ടിരുന്ന ഒരാൾ അന്ന് മോഷണം നടത്താൻ ഒരു വീട്ടിൽ കയറി. മോഷ്ടിച്ചിട്ട് ഇറങ്ങുമ്പോൾ വീട്ടുകാരുണർന്നു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. വിളിച്ചുകൂവി. നാട്ടുകാർ മുഴുവനും എഴുന്നേറ്റു. കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടിച്ചു. കള്ളൻ ജീവനും കൊണ്ട് ഓടുകയാണ്. നാട്ടുകാർ മുഴുവനും പുറകെ ഓടുകയാണ്. അങ്ങനെ ഓടി ഈ കള്ളൻ ഒരു പുഴയുടെ മുമ്പിൽ ചെന്നു. നല്ല ഒഴുകുന്ന ഒരു പുഴയുടെ മുമ്പിൽ ചെന്നു. നാട്ടുകാർ മുഴുവനും കൊല്ലാൻ പുറകിൽ വരുന്നു. കള്ളനാണെങ്കിൽ ഒഴുകുന്ന പുഴയുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയത്ത് ആ കള്ളൻ ഉസ്താദിൻ്റെ ജുമാ പ്രഭാഷണം ഓർമ്മ വന്നു. ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് സഹായം ചോദിച്ച അള്ളാഹു സഹായിക്കുമല്ലോ. ഈ കള്ളൻ അവിടെ നിന്നുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് പടച്ചവനോട് പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ ചെയ്തത് തെറ്റാണ് പടച്ചവനെ. ഇനി ഒരു കാലത്ത് ഞാൻ ചെയ്യൂല. എന്നെ നീ രക്ഷപ്പെടുത്തണം. അല്ലാ, ഞാൻ ചെയ്തത് പാപമാ. ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യൂല. എന്നെ നീ രക്ഷപ്പെടുത്തണം പടച്ചവനെ. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാ. കള്ളൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ട് ഒഴുകുന്ന പുഴയിലേക്ക് കാലെടുത്ത് വെച്ചു. റോഡിൽ കൂടെ നടന്നു പോകുന്നത് പോലെ ഈ ചങ്ങാതി വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് അക്കരയിൽ പോയി രക്ഷപ്പെട്ടു. കള്ളൻ പള്ളിയിലെ ഉസ്താദിൻ്റെ അടുക്കൽ പോയി. ഉസ്താദിൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ പറഞ്ഞത് സത്യമാ.
ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ മോഷ്ടിച്ചിട്ട് പോയപ്പോൾ ആൾക്കാരെന്നെ പിടിക്കാൻ വന്നു. പുഴയുടെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞതുപോലെ ഞാൻ സഹായം ചോദിച്ചു. എൻ്റെ റബ്ബെന്നെ സഹായിച്ചു, ഞാൻ രക്ഷപ്പെട്ടു. ഇത് കേട്ട ഉസ്താദിന് സമാധാനമില്ല. പടച്ചവനെ, ഒരു കള്ളൻ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്നല്ലോ. ഉസ്താദ് എന്ത് ചെയ്തു? രാത്രിയായപ്പോൾ ആരുമില്ല, ആരും അറിയാതെ പുഴയുടെ ചാരത്ത് ചെന്നു. എന്നിട്ട് പടച്ചവനോട് പറഞ്ഞു, അള്ളാഹുവേ ഞാനും ഇറങ്ങാം, അല്ലാ നീ കാത്തുകൊള്ളണേ പടച്ചവനെ. ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിരിക്കാൻ പറഞ്ഞതല്ല, അതിനകത്തൊരു പാഠമുണ്ട്. ഉള്ളതാണോ കള്ളമാണോ എന്നല്ല, അതിനകത്ത് വലിയ ഒരു പാഠമുണ്ട്. കള്ളൻ ഇഖ്ലാസ് ഉണ്ടായിരുന്നു, പറഞ്ഞ ആലിമിന് അതില്ലാതെ പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 12 മണിയായി, ആയിരക്കണക്കിന് പേര് അൽഹംദുലില്ലാഹ് ഇന്നത്തെ മജ്ലിസിലുണ്ട്. അള്ളാഹു മുമ്പിൽ ഇന്നുവരെ ചെയ്തത് മുഴുവനും ഇവിടെ ഇറക്കി വെച്ചോണം. ഈ മക്കാമിൽ വന്ന ഒരാളും ഇന്ന് പാപിയായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്. ഇന്നുവരെ ചെയ്തത് മുഴുവനും ഇവിടെ വെച്ച് കഴുകിയിട്ട് ഒരു നല്ല മനുഷ്യനായി ഇവിടെ നിന്ന് യാത്രയാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് തൗബ ചെയ്തൂടെ. ഒന്ന് എഴുന്നേറ്റേ എല്ലാവരും. ഒന്ന് സ്റ്റേജിലുള്ളവരല്ലപ്പോൾ നിങ്ങളൊന്ന് മുന്നോട്ട് കയറിയിരുന്നേ. കസേര എടുത്തോ. ക്യാമറക്കാരൊക്കെ പിടിച്ചോ. കസേര എടുത്തിട്ടൊന്ന് മുന്നോട്ട് കയറിയിരുന്നേ. കസേര എടുത്തൊന്ന് മുന്നോട്ട് കയറിക്കേ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് കയറിയിരുന്നോ ഉള്ള സ്ഥലങ്ങളിലേക്ക്. എല്ലാവരും ഒന്ന് മുന്നോട്ട് കയറിക്കോ. വാ കൊണ്ടുള്ള സഹായമൊന്നും വേണ്ട. എല്ലാവരും ഒന്ന് കയറിയിരുന്നേ. ഇരിക്കറോ ഇൻഷാ അല്ലാഹ്. എല്ലാവരും പെണ്ണുങ്ങളൊക്കെ ഇരുന്നേ. ثم رضا النبي بكر وعن عمري وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا سعد سعيد زبير طلحة وأبي عبيدة وابن في العاسد الكرم مولاي صل وسلم على حبيبك خير الخلق كلهم. അള്ളാഹു ഈ 10 സ്വഹാബികളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഇന്നത്തെ ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് തൗബ ചെയ്യണം. അള്ളാഹു തൗബ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. എങ്ങനെയാ തൗബ ചെയ്യണ്ടേ? ചുമ്മാതെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ വെറുതെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പറയേണ്ടതുപോലെ പറയണം. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത് എന്ന് ഞാനൊരു ചരിത്രം പറഞ്ഞുതരാം. സമയമുണ്ടോ? ഒരു 10 മിനിറ്റ്. തങ്ങളല്ലേ ദുആ ചെയ്യാൻ തങ്ങന്മാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം കണ്ടാൽ തയമം മുറിഞ്ഞെന്ന്. വെള്ളം കണ്ടാൽ തയമം മുറിയൂലേ? അവിടെ ഒരു 10 മിനിറ്റ് ഇൻഷാ അല്ലാഹ്. ദുആ തങ്ങളല്ലേ? ഇൻഷാ അല്ലാഹ് 10 മിനിറ്റ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ തൗബ ചെയ്യണ്ടേ? വെറുതെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു സ്വഹാബിയാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. നബി തങ്ങൾക്ക് ചിലപ്പോഴൊക്കെ ഖിദ്മത്ത് ചെയ്തു കൊടുക്കാറുണ്ട്. ആ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി നബി തങ്ങൾ പറഞ്ഞു വിട്ടു. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വീടിന്റെ പരിസരത്തുകൂടെ ഇങ്ങനെ നടന്നുപോയി. ഒരു വീടിന്റെ പരിസരത്തുകൂടെ നടന്നു പോകുമ്പോൾ ഒരു സുന്ദരിയായ പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു സുന്ദരിയായ പെണ്ണ് തന്റെ വീടിന്റെ പരിസരത്ത് നിന്നുകൊണ്ട് കുളിച്ചുകൊണ്ട് നിൽക്കുകയാ. ആ കുളിക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്നിട്ട് ആ കാഴ്ച ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ സാധാരണ കാണുന്ന ഒരു നോട്ടം. പക്ഷെ സഅലബ എന്ത് ചെയ്തു? ആ നോട്ടം ഇങ്ങനെ അങ്ങ് കൂടിപ്പോയി. ആ സുന്ദരിയായ പെണ്ണിങ്ങനെ കുളിക്കുന്നത്, ആ പെണ്ണിന്റെ ശരീരത്തിന്റെ വടിവുകളൊക്കെ ഇങ്ങനെ ആനന്ദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാ. കുറെ കഴിഞ്ഞപ്പോഴാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അവിടെ നിന്ന് ചിന്തിക്കുന്നത്, പടച്ചോനെ,
ഞാൻ ചെയ്തത് പാവമാണല്ലോ അല്ലാ, ഞാൻ ചെയ്തത് വ്യഭിചാരമാണല്ലോ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞാനൊരു പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിച്ചല്ലോ തമ്പുരാനെ, ഇത് വ്യഭിചാരമാണല്ലോ, ഞാൻ നരകത്തിലാണല്ലോ, ഞാൻ നരകത്തിന്റെ വിറക് കൊള്ളിയാണല്ലോ. അല്ലാഹുവേ, ഈ പെണ്ണിന്റെ ഔറത്ത് കണ്ട കണ്ണുമായി ഞാൻ നബിതങ്ങളുടെ മുമ്പിൽ എങ്ങനാണ് പോകുന്നത്? അള്ളാന്റെ റസൂലിന് മനസ്സിലാകുമല്ലോ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. യഥാ പടച്ചവനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പഴുത്ത് കിടക്കുന്ന മരലാരുണ്യത്തിലൂടെ, മലഞ്ചെരുവിലൂടെ അതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് തൗബ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. പഴുത്ത് കിടക്കുന്ന മണ്ണിൽ ചെന്നിട്ട് ആ മണ്ണുവാരി തന്റെ ശരീരത്തിലിട്ടിട്ട് കരയുന്നു, അല്ലാ ഞാൻ നരകത്തിലാണല്ലോ, അല്ലാ ഞാൻ വ്യഭിചാരിയാണല്ലോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ മരുഭൂമിയിൽ കടന്ന് നിലവിളിക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ തൗബ ചെയ്ത് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 40 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് മുഖറബുൽ അംലാക്കും മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ സമുദായത്തിലെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നു നബിയേ, അവന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറയണമെങ്കിൽ എത്ര കരഞ്ഞിട്ടുണ്ടാകും ചെറുപ്പക്കാരാ, എത്രത്തോളം തൗബ ചെയ്തിട്ടുണ്ടാകും ചെറുപ്പക്കാരാ. പെങ്ങളെ, 40 ദിവസമായി രാവും പകരം കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുകയാണ്, അല്ലാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. നബിതങ്ങളെ സുബഹിക്ക് പള്ളിയിലേക്ക് കടന്നു വന്നു. നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ? സ്വഹാബാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരുപാട് നാടുകളായി കാണാനില്ല നബിയേ, ഒരുപാട് നാടുകളായി കാണാനില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഉമർ തങ്ങളെ വിളിക്കുന്നു, സൽമാൻ തങ്ങളെ വിളിക്കുകയാണ്. 2 പേരെ വിളിച്ചിട്ട് നബി തങ്ങളെ പറഞ്ഞു കൊണ്ടുവരാറ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ വിളിച്ചു കൊണ്ടുവരാറ്. ഉമർ തങ്ങളും സൽമാൻ അൽ ഫാരിസി തങ്ങളും അവിടെ ഇറങ്ങുകയാണ്. പടച്ചവനെ, സുബഹി കഴിഞ്ഞ് തിരക്ക് തുടങ്ങുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും മലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ കാണുന്നില്ല. പടച്ചവനെ, ഉച്ച കഴിഞ്ഞടോ അതാ ഒരു മലഞ്ചെരുവിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആട്ടിടയനായ ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യനോട് ചോദിക്കുകയാ, നരകത്തെ ഭയന്നുകൊണ്ട് നടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാരണം ആടുകളുമായി ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ആളാണല്ലോ. ആ സമയത്ത് ആട്ടിടയനായ മനുഷ്യൻ പറയുകയാണ്, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ആണോ എന്നറിയില്ല. ഒരിക്കൽ ആടുമായി ഞാനൊരു മലഞ്ചെരുവിൽ ചെല്ലുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. പഴുത്ത് കിടക്കുന്ന മണ്ണിൽ വന്നിട്ട് മണ്ണ് വാരി ശരീരത്തിലിട്ടിട്ട് മരിച്ചാ മതിയായിരുന്നു റബ്ബേ, ഞാനൊരു പാപിയാണല്ലോ അല്ലാഹ് എന്ന് കരയുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ തിരയുന്ന മനുഷ്യനവനായിരിക്കാം. ആട്ടിടയനായ മനുഷ്യൻ സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു 2 പേരും കൂടെ ആട്ടിടയനായ മനുഷ്യൻ പറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോ
മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മുടിയെല്ലാ ജട പിടിച്ച് എല്ലും തോലുമായി കീറിപ്പറഞ്ഞ വസ്ത്രവുമായി സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇറങ്ങി വരികയാണ്. പഴുത്ത് കിടക്കുന്ന മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. ആ മണ്ണ് വാരി തന്റെ ശരീരത്തിലിട്ട് നിലവിളിക്കുന്നു, അല്ലാ നരകത്തിലാണല്ലോ അല്ലാ, തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാ, മരിച്ചാ മതിയായിരുന്നു റബ്ബേ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ കരയുകയാ. ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബാ. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, സഅലബാ. മുത്തുനബി വിളിക്കുന്നു, സഅലബാ. ഉമർ തങ്ങളെ ഒരിക്കലും നബി തങ്ങളുടെ മുമ്പിൽ ഞാൻ വരൂല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോകരുത്. ഞാൻ ചെയ്ത പാപം എന്തെന്ന് നിങ്ങൾക്കറിയാത്തത് കൊണ്ടാ. അല്ലാഹുവേ, ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബാ. നബി തങ്ങൾ വിളിക്കുന്നു, സഅലബാ. അവിടെ നിന്ന് പറയുകയാ, എന്നെ കൊണ്ടുപോകണമെങ്കിൽ എന്റെ കാലിൽ നിങ്ങൾ കയറ് കെട്ടിയിട്ട് പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലൂടെ എന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോക്കോ, ഇല്ലാതെ ഞാൻ വരില്ല ഉമറേ. ഉമർ തങ്ങൾ പറഞ്ഞു, സഅലബാ, നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും സഅലബാ. അല്ലാഹുവേ, അവസാന സഅലബ പറയുന്നു, ഉമർ തങ്ങളെ നിസ്കാരം നടക്കുന്ന സമയത്ത് വേണം എന്നെ കൊണ്ടുപോകാൻ. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും നിസ്കരിക്കുമ്പോ വേണം എന്നെ കൊണ്ടുപോകാൻ. അങ്ങനെ സമ്മതിക്കുകയാണ്. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനുമായി മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, നമസ്കാരത്തിന്റെ സമയമാ. എല്ലാവരും ഉതുപെടുത്ത് പള്ളിക്കകത്ത് കയറി. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അല്ലാഹുവേ, സഅലബ പള്ളിക്കകത്തേക്ക് കേറുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഓതുന്ന സൂറത്ത് ഏതെന്നറിയുമോ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് കേൾക്കുമ്പോ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തങ്ങ് കേൾക്കുമ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞ് താഴെ വീഴുകയാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്, ആ ഖബറിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടപ്പോ അവിടുന്ന് പിടഞ്ഞ് താഴെ വീണടാ ചെറുപ്പക്കാരാ. അവസാനം നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ? നബി തങ്ങൾ ചെന്ന് നോക്കുമ്പോ എല്ലും തോലുമായി കിടക്കുന്ന സഅലബയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഅലബാ, ഇതെന്തോ കോലമാണ് സഅലബാ, ഇതെന്തോ കോലമാണ് സഅലബാ, നീ എവിടെ പോയിരുന്നു സഅലബാ? നിന്റെ വീട്ടുകാര് നിന്നെ തെരയുന്നു സഅലബാ, അല്ലാഹു നിനക്ക് പുറത്തു തന്നിരിക്കുന്നു സഅലബാ, നീ നിന്റെ വീട്ടിലേക്ക് പോ സഅലബാ, കരയല്ലേ സഅലബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സൽമാൻ തങ്ങളോട് പറയുന്നു, കൊണ്ടുപോയി വീട്ടിൽ വിടാർ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 8 ദിവസമായടാ പോരേ. 8ാമത്തെ ദിവസമായപ്പോ സദാ മുത്തുനബിയുടെ മുമ്പിലേക്ക് സൽമാൻ തങ്ങൾ ഓടി വരുന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉറങ്ങാറില്ല നബിയേ, ഭക്ഷണം കഴിക്കാറില്ല നബിയേ, രാവും പകലും കരച്ചലാട് നബിയേ. 8 ദിവസമായിട്ട് വീടിനകത്ത് കിടന്ന് നിലവിളിയാട്, സങ്കടമാട്, നരകത്തിലാണെന്ന് പറഞ്ഞ് കരയുന്നു നബിയേ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ.
നിബിതങ്ങളോട് ചെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. റബ്ബേ, കരഞ്ഞു 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 മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ നബിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി, മുത്തുനബിക്ക് വല്ലാത്ത സങ്കടമായി. മുത്തുനബി അടുത്തു പോയിരിക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ ചാരത്ത് നിന്നിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടത്തെ തല പൊക്കുകയാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തല ഇങ്ങനെ പൊക്കുകയാണ്. നിബിതങ്ങളുടെ മടിയിലേക്ക് എടുത്തു വെച്ചു. അള്ളാന്റെ റസൂലിന്റെ മടിയിലേക്ക് ആ തല എടുത്തു വെച്ചപ്പോ അല്ലാഹുവേ, തല വലിച്ച് താഴെയിടുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ നിബിതങ്ങളുടെ മടിയിൽ നിന്ന് തടയങ്ങ് താഴേക്കിടുകയാണ്. മുത്തുനബി ചോദിക്കുന്നു, സഅലബാ, ഇഷ്ടമായില്ലേ സഅലബാ? എന്റെ മടിയിൽ തല വെച്ചപ്പോ നീ എന്തേ താഴേക്ക് വലിച്ചിടുന്നത്? നിനക്കിഷ്ടമായില്ലേ? ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ, ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ എന്റെ മടിയിലൊന്ന് തലവെക്കാറ്, എന്റെ മടിയിലൊന്ന് കിടക്കാറ്, എന്റെ മടിയിൽ കിടന്നൊന്ന് മരിക്കാറ് ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ. സഅലബാ, എന്തിനാണ് നീ തലവലിക്കുന്നത്? ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, അതൊരു വല്ലാത്ത ഭാഗ്യമാണ് നബിയേ. പക്ഷേ എനിക്കതിനുള്ള അർഹതയില്ല നബിയേ. അങ്ങയുടെ മടിയിൽ കിടന്ന് മരിക്കാറ്, അങ്ങയുടെ മടിയിലൊന്ന് തലവെക്കാറ് ഈ പാപിയാ, എനിക്കതിനുള്ള ഭാഗ്യമില്ല നബിയേ. ഞാൻ തറയിൽ കിടക്കട്ടെ, അല്ലാഹു തറയിൽ കിടക്കുന്ന എന്നോട് കരുണ കാണിച്ചാലോ? സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഉള്ളാളം മക്കാമിന്റേക്ക് ഓടി വന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, വാപ്പാടെ പ്രായം 55-60 വയസ്സായില്ലേടാ ചെറുപ്പക്കാരാ. 65 വയസ്സുള്ള വാപ്പ ഇന്ന് വരെ വീടി വലിച്ചിട്ടില്ലടാ മോനെ. ഒരു ലഹരി വസ്തുവും നിന്റെ വാപ്പ ഉപയോഗിച്ചിട്ടില്ല. പടച്ചവനെ, പാപമാണെന്ന് പറഞ്ഞ് നിന്റെ വാപ്പ ഒരു വീടി പോലും വലിക്കാറില്ല ചെറുപ്പക്കാരാ. എന്നാൽ എന്റെ യുവത്വേ, ആ ഉപ്പാടെ മോനായ നീ കഞ്ചാവ് വലിക്കാറില്ലേ? കള്ള് കുടിക്കാറില്ലേ? എന്തെല്ലാം തോന്നിവാസം കാണിച്ചിട്ടുണ്ടടാ മക്കളെ. ഫർദയും ഹിജാബും ധരിച്ച മക്കാമിന്റെ മുമ്പിലേക്ക് ഒഴുകി വന്ന പെങ്ങള്, 40-50 വയസ്സുള്ള നിന്റെ ഉമ്മാടെ ശരീരത്തില് നിന്റെ വാപ്പയല്ലാതെ വേറെ ഒരാളും ഇന്ന് വരെ തൊട്ടിട്ടില്ല. ഉമ്മ അനുവദിച്ചിട്ടില്ല. ഉമ്മ അല്ലാഹനെ പേടിച്ച് ജീവിച്ചവളാ. എന്നാ 20-25 വയസ്സുള്ള പെങ്ങള്, കോളേജിൽ പഠിക്കാൻ പോകുന്ന മക്കള്, പറയാ ധൈര്യമുണ്ടോ മോളെ? കാമുകന്റെ കൂടെ പോയി റൂമെടുത്ത് സർബതം കഴിഞ്ഞിട്ട് ഫർദയും ധരിച്ച് വീട്ടിലേക്ക് കയറി വന്ന് സലാം പറഞ്ഞ് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് പറ്റിച്ചിട്ട് വീടിന്റെ റൂമിനകത്ത് കയറി വാതിലടച്ചിട്ട് കാമുകനോട് ഇന്നത്തതെല്ലാം അടിപൊളിയായിരുന്നടാ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന യുവത്വമേ, മനക്കുത്തുണ്ടോ? മനസ്സിലൊരു വേദനയുണ്ടോ? വൻപാപം ചെയ്തിട്ട് പോലും ഒരു പേടിയില്ലല്ലോ. എന്നാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ കള്ളു കുടിച്ചില്ല, വ്യഭിചരിച്ചില്ല, ശിർക്ക് ചെയ്തില്ല. മോനെ, റോഡിലൂടെ നടന്നു പോകുമ്പോ വീട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ ശരീരം കണ്ടിട്ടാ ഇതുപോലെ കരഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്തിട്ട് മരിച്ചു പോയതെങ്കിലോ അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ പോകുന്ന സ്വർഗമാ മക്കളെ നമ്മളും ചോദിക്കുന്നത്.
ആ സ്വർഗമാണ് നമ്മളും കൊതിക്കുന്നത്. എന്ത് യോഗ്യതയുണ്ടെന്ന് ചിന്തിക്കടോ, എന്ത് അർഹതയുണ്ടെന്ന് ചിന്തിക്കടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോഴും അവസരം കിട്ടണമെന്നില്ല, എപ്പോഴും അവസരം കിട്ടണമെന്നില്ല. അല്ലാഹു ഒരവസരം തരികയാ, റബ്ബൊരു ചാൻസ് തരികയാ. ഏതൊരുത്തിനെയും അല്ലാഹു ഒരു ചാൻസ് കൊടുക്കുമല്ലോ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, മക്കളെ, രക്ഷപ്പെട്ടത് നിന്റെ ബുദ്ധിയല്ലടാ, നിന്റെ കഴിവ് കൊണ്ട് രക്ഷപ്പെട്ടതല്ല, അല്ലാഹു നിന്നോട് കരുണ കാണിച്ചതാ. പെങ്ങളെ, പല നാൾ കള്ളി ഒരു നാൾ പിടിക്കപ്പെടും പെണ്ണേ. ഉമർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? 3 പ്രാവശ്യം കഴിഞ്ഞ 3 പ്രാവശ്യം നീ രക്ഷപ്പെട്ട പിന്നെ പേടിക്കണേ മക്കള്, പിന്നെ പേടിക്കണേ മക്കള്. എപ്പോ വേണമെങ്കിലും നീ പിടിക്കപ്പെടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് തെറ്റ് ചെയ്തവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, നീ പേടിക്കണ്ട. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എത്ര വലിയ പാപം ചെയ്തവരാണോ, കള്ളു കുടിച്ചവനാണോ, വ്യഭിചരിച്ചവരാണോ, പലിശ തിന്നവനാണോ, എന്ത് തോന്നിവാസം കാണിച്ചവരാണോ, മക്കളെ, അവസരമുണ്ടടാ ചെറുപ്പക്കാരാ. അല്ലാഹു നിനക്കൊരവസരം തരുന്നുണ്ട് മോനെ, നീ സങ്കടപ്പെടണ്ടടാ. ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന തീരുമാനത്തോട് അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിനക്കൊന്ന് ഏറ്റുപറയാൻ കഴിഞ്ഞാൽ, പെങ്ങളെ, അവസരമുണ്ട് പൊന്നുമോളെ. അല്ലാഹു നിനക്കൊരവസരം തരികയാണ്. ഈ മക്കാമിൽ കിടക്കുന്ന മഹാനവറുകളെ സന്തോഷിക്കുന്ന രാത്രിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് പേര് എവിടെയൊക്കെയോ നിന്ന് ഈ മക്കാമിലേക്ക് ഒഴുകി വന്നിരിക്കുന്ന ഒരു മജ്‌ലിസാണ്. 40 പേരുടെ ദുആയ്ക്ക് ചാപത്തുണ്ടെന്നാണ്. ഒരു ദുആ ചെയ്യുന്ന മനസ് മജ്‌ലിസിൽ 40 പേരുണ്ടെങ്കിൽ ആ മജ്‌ലിസിലെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 40 അല്ലടോ, 400 അല്ലടോ, ആയിരങ്ങൾ നീ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എല്ലാവരും വന്നത് ഈ മക്കാമിൽ കിടക്കുന്ന ഉപ്പയോടുള്ള സ്നേഹം കൊണ്ടാ, അവിടത്തോടുള്ള മഹബത്ത് കൊണ്ടാ. അല്ലാഹുവേ, ഇന്നൊരുപാട് ഔലിയാക്കന്മാർ നീ മണ്ണിലുണ്ടോ. ഈ സന്തോഷത്തിന്റെ വേളയിൽ നാലാഭാഗങ്ങളിൽ നിന്ന് ഔലിയാക്കന്മാർ ഇവിടെ എത്തിയിരിക്കുന്ന മജ്‌ലിസാണ്. സയ്യിദന്മാരുണ്ടല്ലോ, ആലിമീങ്ങളുണ്ടല്ലോ, ഹാഫിളീങ്ങളുണ്ടല്ലോ, ഹജ്ജ് ചെയ്തവരുണ്ടല്ലോ, ഉംറ ചെയ്തവരുണ്ടല്ലോ, മുതഅല്ലിമീങ്ങളുണ്ടല്ലോ, ഗർഭിണികളുണ്ടല്ലോ, പ്രായമുള്ളവരുണ്ടല്ലോ, രോഗികളുണ്ടല്ലോ, യാത്രക്കാരുണ്ടല്ലോ, 40 പേരിൽ കൂടുതലുണ്ടല്ലോ. ഇൽമ പറയുന്ന മജ്‌ലിസാണല്ലോ, ദുനിയാവിലെ സ്വർഗമാണല്ലോ, അല്ലാഹുവിന്റെ വലിയന്റെ മഖാമിന്റെ മുമ്പിലാണല്ലോ. മക്കളെ, ഇതുപോലെ ഒരു ചാൻസിന് ജീവിതത്തിൽ കിട്ടണമെന്നില്ല. കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തണേ. അതുകൊണ്ട് അല്ലാഹുവോട് പറയേണ്ടത് മുഴുവനും പറഞ്ഞു, കരയേണ്ടവര് മുഴുവനും കരഞ്ഞു, തൗബ ചെയ്യേണ്ടവര് തൗബ ചെയ്തു. ഇന്നിവിടുന്ന് നന്നാകാതെ ഇറങ്ങല്ലേ. ഒരാള് പോലും പടച്ച റബ്ബിന്റെ മുമ്പിൽ തൗബ ചെയ്യാതെ മടങ്ങരുത്. ഇല്ലടാ സിറാജേ, എത്ര പറഞ്ഞാലും നന്നാകില്ല, എത്ര പറഞ്ഞാലും നന്നാകില്ല. ധിക്കാരിയെ പോലെ പോകാനാണ് നിന്റെ തീരുമാനമെങ്കില്, അല്ലാഹുവേ, നിന്റെ മരണം എങ്ങനെയാകുമെന്നറിയോ? നിന്റെ അവസാനത്തെ വാക്ക് എങ്ങനെയാകുമെന്നറിയുമോ? അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ നന്നാകാ മനസ്സില്ലാതെ അല്ലാഹു തന്ന അവസരം തട്ടിക്കളഞ്ഞിട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്റെ അടുക്കൽ എല്ലാവരും വരുമല്ലോ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ചാരത്ത് വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമല്ലോ. നിന്റെ അവസാനത്തെ വാക്ക് അല്ലാഹു തന്നെ പറയുകയാ, വഇൻ ഷഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. ഷഹാദത്ത് കലിമ പറഞ്ഞു തരുന്നവരോട് നീ പറയുകയാണ്, ഞാൻ മരിക്കുന്നത് ഈമാനില്ലാതെയാ, ഞാൻ മരിക്കുന്നത് ഈമാനില്ലാതെയാ എന്ന് പറഞ്ഞിട്ട് മരിക്കുമെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹു തന്ന അവസരം മുതലാക്കിക്കോ.
പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചാദിച്ചതാ അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ എണ്ണി എണ്ണി പറയണേ മക്കള് അല്ലാഹനെ പോലെ പൊറുക്കുന്ന ഒരാളും ഈ ദുനിയാവിലില്ല അല്ലാഹനെ പോലെ കരുണയുള്ള ഒരാളും ഈ ലോകത്തില്ല അതുകൊണ്ട് നിന്റെ റബ്ബ് കരുണയുള്ളവനാണ് 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ് ജീവനോടെ പെൺമക്കളെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ് അല്ലാഹുവേ മരിച്ച കബറടക്കിയ പെണ്ണിന്റെ മയ്യത്തിന് കബറിനകത്തിട്ട് വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ് എന്തിനാ മക്കളെ പേടിക്കുന്നത് എന്തിനാ ചെറുപ്പക്കാരാ നിരാശപ്പെടുന്നത് എന്തിനാ മോനെ അതുകൊണ്ട് പറഞ്ഞു അല്ലാഹുവിന്റെ മുമ്പില് പാപങ്ങൾ ഓരോ നെന്നി നീ കരയേണ്ടതാ വിജനസ്ഥലം മദീനറ്റവും പറ്റുന്നതാ നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവന് തലമുടി ഇത് കണ്ടു നിന്നോടലിവ് റബ്ബിന് തോന്നണമോ പടിവാതിലൊഴിയാ എവിടെയും നീ കരയടേ പറയേണ്ടത് എണ്ണി എണ്ണി പറഞ്ഞോ വ്യഭിചരിച്ചല്ല വഞ്ചിച്ചല്ല മോഷ്ടിച്ചല്ല കള്ളുകുടിച്ചല്ല തെറ്റുപറ്റി റബ്ബേ എണ്ണി എണ്ണി പറഞ്ഞ് പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ അല്ലാഹുവേ ഈ മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ പാപം പൊറുക്കണേ അല്ലാ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ നന്നാകാനുള്ള കൊതി കൊണ്ട് ചോദിക്കുകയാ ഒരവസരം തരണേ അല്ലാ ഒരവസരം തരണേ അല്ലാ അല്ലാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 5 കാര്യം ഖുർആനിന് നമ്മളോട് പറയാനുണ്ട് അതിലെ ഒരെണ്ണം പറഞ്ഞപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞു അതുകൊണ്ട് ഇൻഷാ അല്ലാ 12:30 അരമണിക്കൂർ കൂടുതലായി അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാനിവിടെ നിർത്തുകയാ ഇനി അടുത്ത ഉറൂസ് എപ്പോഴാ അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത ഉറൂസ് ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല ഇൻഷാ അല്ലാ ആയുസ് ഉണ്ടെങ്കിൽ അടുത്ത വർഷവും ഉറൂസിന് വിളിക്കണേ എന്ന അപേക്ഷയോടെ കാരണം എനിക്കതാ വന്ന് പ്രസംഗിക്കണമെന്നുള്ള വാഴ്തു പറയാനുള്ള കൊതി കൊണ്ടുവന്നല്ലോടോ എനിക്ക് എൻ്റെ ഉപ്പയോടുള്ള മഹബത്ത് കൊണ്ടാ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയൂല അതുകൊണ്ട് ഞാൻ പറയണില്ല എനിക്ക് ഉപ്പയോട് വല്ലാത്തൊരു മഹബത്തുണ്ട് ഒരു സ്നേഹമുണ്ട് ഇവിടെ നിന്നെ വിളിച്ചു ഇവിടെ നിന്നെങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ ഡ്രൈവർ അപ്പുറം ഇപ്പുറത്ത് ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക 13 ആണോ 12 ആണോ ഞാനിതൊന്നും അറിഞ്ഞില്ല പക്ഷെ ഞാൻ ഈ മക്കാമ സ്വപ്നം കണ്ടു ഈ മക്കാമ് ഞാൻ സ്വപ്നം കണ്ടു ഞാൻ അപ്പോഴാ ചോദിച്ചിട്ട് ഉള്ളാളത്ത് ഡേറ്റ് കൊടുത്തില്ലേടാ അപ്പൊ പറഞ്ഞു ഉസ്താദെ 12 13 എടാ പഹയാ കൊടുക്കടാന്ന് പറഞ്ഞ കാരണം ഞാൻ ഈ മക്കാമ് അതാ പറഞ്ഞത് എടോ ഇവിടെ വരണമെങ്കിൽ അതിനെ അവിടെ നിന്ന് വിളിക്കണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ മക്കാമിൽ വന്ന് വാഴ്തു പറയണമെങ്കിൽ ഞാനും നിങ്ങളും വിചാരിച്ചാൽ പോരൊന്നുമില്ല അത് ഒരു ബന്ധം ഉണ്ടാകണം നമുക്ക് അവരുമായിട്ടൊരു ബന്ധം ഒരു ഫാത്തിഹ ഓതുന്ന ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ സമയമാകുമ്പോൾ വരും അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ പ്രസിഡന്റാണോ അടുത്ത പ്രസിഡന്റ് ആരായാലും എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ എനിക്കിപ്പോൾ ഏത് വിഭാഗമായാലും സുന്നത്തി ജമാഅത്തിന്റെ അഹ്ലുകാരായാൽ മതി അള്ളാഹു അങ്ങനാക്കി തരുമാറാകട്ടെ ഞാൻ 2 മണിക്കൂർ വഴുതു പറഞ്ഞു എൻ്റെ വഴുതിൻ്റെ ഇടയിൽ ഞാൻ ഒരാളെക്കുറിച്ച് പോലും മിണ്ടിയില്ല അതാണ് എൻ്റെ വഴുത് എനിക്കറിയാം ഈ കേൾക്കുന്നത് എല്ലാവരും സമസ്തക്കാരാണെന്ന് ഞാൻ പറയില്ല ഞാൻ സമസ്തക്കാരനാ എല്ലാ വിഭാഗക്കാരുണ്ട് എൻ്റെ വഴുത് മുജാഹിദീങ്ങൾ വരെ കേൾക്കാറുണ്ട് ഞാൻ ആരെയും ചിലപ്പോൾ
എല്ലാവരും കുറ്റം പറയാറുണ്ട്, കളിയാക്കാറുണ്ട്. ഞാൻ അങ്ങനെ വഅ്ള് പറയാൻ വിളിച്ച വഅ്ള് പറയും. സംഘടന പറയണമെങ്കിൽ സംഘടന പരിപാടിക്ക് വിളിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ആരായാലും സ്നേഹത്തോടെ, ഒത്തൊരുമയോടെ, ഐക്യത്തോടെ അൽഹംദുലില്ലാ ഈ കിടക്കുന്നൊരു മഹാനാണെന്നുള്ള ബോധത്തോടെ അള്ളാഹു പള്ളി പരിപാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാം അള്ളാഹു നല്ല നിലയിൽ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ, കഴിഞ്ഞ ഉറൂസിന് വന്നപ്പോൾ ഉണ്ടായിരുന്ന സെക്രട്ടറി ഞാൻ കണ്ടു. പ്രസിഡന്റിനെ കണ്ടില്ലല്ലോ. സെക്രട്ടറി ഞാൻ കണ്ടു. അദ്ദേഹം ഒരു സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുക. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അന്ന് കണ്ട എല്ലാവരെയും ഇന്നും ഞാൻ കണ്ടു അൽഹംദുലില്ലാ. ഇപ്പോൾ പുതിയ പ്രസിഡന്റ് ഹസൻ സാഹിബിനെ കണ്ടു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് ആരാണെന്നറിയില്ല. അത് അള്ളാഹുവല്ലേ തീരുമാനിക്കണം. അള്ളാഹുവല്ലേ തീരുമാനിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹുടെ കയ്യിലെ അധികാരം അത് അള്ളയാ കൊടുക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പം കഴിഞ്ഞ കമ്മിറ്റിക്കും ഇപ്പോൾ പരിപാലിക്കുന്ന കമ്മിറ്റിക്കും ഇനി വരാൻ പോകുന്ന കമ്മിറ്റിക്കും അള്ളാഹു ഹിദായത്തും ഈമാനും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ. ഈ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നത് ആലിമീങ്ങളെ ബഹുമാനിക്ക്, ആലിമീങ്ങളെ സ്നേഹിക്ക്, തങ്ങന്മാരെ ബഹുമാനിക്ക്. കൊടിയുടെ നിറം മാറും, പക്ഷേ തങ്ങളാ വലിയ വലിയ മഹാൻ മഹാന. അവിടെയും ഇവിടെയും തോന്നുന്നത് പറഞ്ഞാൽ അവസാനം നിന്റെ നാവ് ഷഹാദത്ത് കലിമ പറയാൻ പൊങ്ങൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദരിക്ക്, ബഹുമാനിക്ക്, എല്ലാവരെയും സ്നേഹിക്ക്, ആരെയും നോക്കരുത്, എല്ലാവരെയും ബഹുമാനിക്കുക. അള്ളാഹു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ മരിക്കുവോളം അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എനിക്ക് വഅ്ള് പറയാനൊന്നും അറിയില്ല. ഞാൻ തിരിഞ്ഞു നോക്കാത്തത് ഇരിക്കണ ഉസ്താദന്മാരൊക്കെ നല്ല മുദരിസീങ്ങളും നല്ല പണ്ഡിതന്മാരുവ. തിരിഞ്ഞു നോക്കാത്തത് കാല് വിറയ്ക്കണത് കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അവരുടെ മുഖത്ത് പോലും നോക്കാത്തത് പേടിച്ചിട്ടാണോ? ആലിമീങ്ങൾ ഇരിക്കുന്ന മജ്ലിസിൽ വഅ്ള് പറയാൻ പേടിയാ. അത് എത്ര വഅ്ള് പറഞ്ഞാലും. അപ്പൊ ഞാനൊരു മുത്തഅല്ലിമ, ഇതൊന്നും എഴുതി വെച്ചിട്ട് പറഞ്ഞതല്ല. എനിക്ക് അല്ലാഹ് ചെയ്ത ഒരു നിഅമത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ ഭാര്യ തന്നെ എന്നോട് ചോദിക്കും, നിങ്ങൾ വഅ്ള് പറയാൻ കയറുമ്പോൾ വല്ല ജിന്നും കൂടുമോന്ന്. ഓള് തന്നെ എന്നോട് ചോദിക്കാറുണ്ട്. കാരണം എൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട്. അപ്പോൾ അത് അല്ലാഹ് ഇതൊരു നിഅമത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും എൻ്റെ നാവിന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ അത് സംസാരത്തിൽ വന്നുപോയ ഒരു പിഴവ, എന്തെങ്കിലും ഒരു ബഹുമാനക്കുറവോ എന്തെങ്കിലും ഒരു അദബുകേടോ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. എൻ്റെ മയ്യത്ത് ഉള്ളാളത്ത് കൊണ്ടുവച്ച് പൊരുത്തം ചോദിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ചോദിക്കുന്നു, എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂല്ലേ? എന്ത് മനുഷ്യന്മാരാണോ നിങ്ങളൊക്കെ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എനിക്ക് പൊരുത്തം തരുമോന്ന്. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു നോക്കാന്ന്. ഞാൻ നിങ്ങളോട് ചോദിച്ചു എനിക്ക് പൊരുത്തം തരുമോന്ന്. അപ്പൊ നിങ്ങൾ പറയുന്നു ഇൻഷാ അല്ലാഹ് നോക്കാന്ന്. അതൊരു വല്ലാത്ത പറച്ചിലല്ലേ? അപ്പ ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലോ. പൊരുത്തം തരുമെന്ന് പറഞ്ഞാൽ തീർന്നല്ലോ. നിങ്ങൾ പറയുന്നത് സംശയം നോക്കാന്ന്. എനിക്ക് ഇൻഷാ അല്ലാഹ് വേണ്ട, പൊരുത്തം മതി. പൊരുത്തം തരുമോ? അൽഹംദുലില്ലാ. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. തങ്ങളിപ്പോൾ ദുആ ചെയ്യും. അൽഹംദുലില്ലാ, അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം, മറന്നു പോകരുത്. എൻ്റെ ദുആയിൽ നിങ്ങളെയും ഞാൻ ഉൾപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹുവെ സയ്യിദ് അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. അവരുടെ ഖിദ്മത്തുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു ഒരുപാട് പണ്ഡിതന്മാർ അൽ ഉലമാ വറസത്തുൽ അംബിയയിൽ പെടുത്തണേ പടച്ചവനെ. ആ ഉസ്താദന്മാർക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഈ ജമാഅത്തിന്റെ പരിപാലന സമിതി ഉറൂസ് കമ്മിറ്റിയെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം നീ നിലനിർത്തണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ റഹ്മാനായ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ തമ്പുരാനെ. എല്ലാവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. നല്ല ഇണകളെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ മക്കളെ നീ അനുസരണയുള്ള
ശ്രദ്ധയുള്ള മക്കളാക്കണേ പടച്ചവനെ. മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മക്കളാക്കണേ പടച്ചവനെ. അള്ളാഹു ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെ ഉമ്മ പെങ്ങന്മാർ ഓടി വന്നു റഹ്മാനെ. വന്ന വഴി അത്രയും നീ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. അവരെ അറുത്തു മുറിക്കല്ലേ അല്ലാ, അവരെ കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ പടച്ചവനെ. അവരുടെ ഭർത്താക്കന്മാരെ നീ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് സഹോദരിമാർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ റഹ്മാനെ, ഉസ്താദെ ദുആ ചെയ്യണേ എന്ന് ആയിരക്കണക്കിന് പേര് എന്നോട് പറഞ്ഞു. അല്ലാ പേരറിയില്ല, അല്ലാ ആഗ്രഹം നിനക്കറിയാം. നീ അവരെ കൈവിടല്ലേ പടച്ചവനെ. അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റണേ പടച്ചവനെ. അള്ളാഹുവെ മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഞങ്ങളുടെ മക്കൾ തന്നെ ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല റബ്ബേ. അല്ലാ എപ്പോൾ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റഹ്മാനെ. ഈമാനുള്ള മരണം നൽകണേ പടച്ചോനെ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ പടച്ചോനെ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. മരിച്ചാൽ ഇതുപോലെ മരിക്കണമെന്ന് ജനങ്ങൾ പറയുന്ന ഒരു മരണം നൽകണേ തമ്പുരാനെ. അള്ളാഹു ഇന്ന് രാത്രി ആരെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയോ ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ മുമ്പിൽ നീട്ടുന്ന ഈ കരങ്ങൾ ലോകത്തൊരാളുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരും. അള്ളാഹുവെ പടച്ചവനെ ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഈ വന്നിരിക്കുന്നവർ മുഴുവനും മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങളുമായി ഈ മഖാമിൽ കിടക്കുന്ന മഹാനിനോടുള്ള സ്നേഹം കൊണ്ടുവന്നവരാ. നീ വെറും കൈയോടെ മടക്കല്ല അല്ലാ. ഒരാളുടെയും നീ പ്രയാസത്തോടെ മടക്കല്ല അല്ലാ. അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഉസ്താദെ ദുആ ചെയ്യണേ എന്ന് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട് റഹ്മാനെ. അള്ളാഹു നീ അവരെ കൈവിടല്ലേ പടച്ചവനെ. അള്ളാഹുവെ പഴയ മഹല്ല് കമ്മിറ്റിയെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ പടച്ചവനെ റഹ്മാൻ. അല്ലാ ആസിഫ് ഉൾപ്പെടെയുള്ള സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്. അള്ളാഹുവെ പടച്ചവന് ഒരുപാട് ചെറുപ്പക്കാർ ഉസ്താദിനോട് സ്നേഹം കൊണ്ടുവന്ന മക്കളുണ്ട്. ആ മക്കൾക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ പടച്ചവനെ. അവരുടെ ഭാര്യമാരെയൊക്കെ നീ സ്വാലിഹത്തുകളാക്കണേ പടച്ചവനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ, അൽത്താഫ് എന്ന സഹോദരൻ ഉൾപ്പെടെ പടച്ചവനെ ഒരുപാട് പേര് ഇവിടെ ഓടിച്ചാടി ആ നടക്കുന്ന സഹോദരങ്ങളുണ്ട്. അള്ളാഹുവർക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ പടച്ചവനെ. പ്രത്യേകിച്ച് ഇവിടുത്തെ ഹാദിമീങ്ങൾ അള്ളാഹുവെ മക്കാമിൽ ഖിദ്മത്ത് ചെയ്യുന്ന ഹാദിമീങ്ങളെ നീ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹു ഇവിടുത്തെ സ്ഥാപനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ പടച്ചവനെ. മൈക്ക് സെറ്റിൻ്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹു ഇവിടത്തേക്ക് ആരെല്ലാം സഹായിച്ചോ സദക്ക കൊടുത്തോ എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, മക്കൾ പരീക്ഷ എഴുതിയിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. നീ ഉന്നത വിജയം കൊടുക്കണേ റഹ്മാനെ. കണ്ണിന് സുഖമില്ലാത്ത സഹോദരനെ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു എൻ്റെ കൂടെ വന്ന ഹമീദ് എന്ന സഹോദരനെയും ഭാര്യ സന്താനങ്ങളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഫവാസിന് നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, കണ്ണിന് സുഖമില്ലാത്ത സഹോദരനെ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, വിവാഹ ജീവിതം ആഗ്രഹിച്ച് കഴിയുന്ന സഹോദരങ്ങൾ അള്ളാഹുവെ പടച്ചവനെ, അള്ളാഹുവെ രണ്ടുപേർക്കും പടച്ചവനെ നല്ല ജീവിതം കൊടുക്കണേ പടച്ചവനെ. സ്വാലിഹത്തായ ഇണകളെ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ല പടച്ചവനെ. എൻ്റെ ഉപ്പയും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഭാര്യ പിതാവും ഖബറില, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എൻ്റെ ഉമ്മ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എൻ്റെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, എൻ്റെ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. എൻ്റെ പൊന്നുമോനെ ഹിഫ്ളിന് കൊണ്ടുവിടുകയാണ്, നീ അവരെ ഹാഫിളാക്കണേ അല്ലാ പടച്ചവനെ. ഒരു ഹാഫിളിൻ്റെ ഉപ്പയ്ക്ക് കിട്ടുന്ന പദവി നീ എനിക്ക് തരണേ പടച്ചവനെ. എൻ്റെ ഭാര്യയെ നീ സ്വാലിഹത്താക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഈ ശബ്ദം നീ നിലനിർത്തി തരണേ റബ്ബെ. അഹങ്കാരം തരല്ലോ, അഹങ്കാരം തരല്ലേ പടച്ചവനെ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ നീ പൊറുക്കണേ റഹ്മാൻ. അള്ളാഹു, ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്, നീ ശിഫ നൽകണേ പടച്ചവനെ. അള്ളാഹുവെ, ദുആയ്ക്ക് ഇജാബത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹ് ഖുർആനും ഹദീസും പറഞ്ഞിട്ട് അർത്ഥം പറയുന്ന സാധുവാ മുത്തഅല്ലിമ. എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ നീ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ, എന്നെ ഇഷ്ടത്തോടെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്.
ഞങ്ങളെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളെ നീ സ്വർഗത്തിലും കൂട്ടുകാരാക്കണേ പടച്ചവനെ. അള്ളാഹുവെ എന്തെങ്കിലും അതബുകേട് സംസാരത്തിലോ നടത്തത്തിലോ പ്രവർത്തനത്തിലോ അള്ളാഹുവെ ഉപ്പാനോട് ഞങ്ങൾ എന്തെങ്കിലും അതബുകേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പൊറുക്കണേ റഹ്മാനെ, നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കണേ പടച്ചവനെ. ഞങ്ങൾ ചെയ്ത പിഴവിൻ്റെ പേരിൽ ഞങ്ങളുടെ മരണം നീ മോശമാക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ, അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. അള്ളാഹുവെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഞങ്ങളുടെ ഭാര്യമാരെ നീ വിധവകളാക്കി കളയല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഞങ്ങളുടെ മക്കളുടെ ജനാസ ഞങ്ങളുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ. ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് നീ ഖബറടക്കിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ അങ്ങനെ ഒരു പരീക്ഷണം നീ തരല്ലേ റഹ്മാനെ. അള്ളാഹുവെ ഇന്ത്യൻ മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഒത്തൊരുമ നൽകണേ പടച്ചവനെ. ഞങ്ങൾക്ക് നീ സമാധാനം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഈ ദുആയ നീ കബൂലാക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഇവിടുത്തെ ഖബർസാനിൽ കിടക്കുന്ന സർവ്വ ഖബറാളുകൾക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. എല്ലാവരോടും നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അള്ളാഹു ഒരാളെയും നീ വെറും കയ്യോടെ മടക്കല്ല റബ്ബേ. അള്ളാഹു ഈ ദുആയ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകൾ ദുആ ചെയ്യും. എൻ്റെ ഉമ്മയ്ക്ക് നല്ല ദീർഘായുസിനും ഉമ്മാൻ്റെ എല്ലാ രോഗവും മാറുന്നതിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു 10 മിനിറ്റ് ഒരു അല്പനേരം ഇൻഷാ അല്ലാഹ് തങ്ങൾ 2 വാക്ക് പറയും. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ഒരു അഹ്ലു ബൈത്തല്ലേ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ആ ദുആയും കഴിഞ്ഞിട്ട് പോകണം. തങ്ങളോടും എനിക്കൂടെ ദുആ ചെയ്യണേ എന്ന വസിയ്യത്തോടെ നിങ്ങളുടെ ദുആയിൽ എന്നെയും ഓർക്കുക, ഞാനും നിങ്ങളെ ഓർക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.